നമസ്കാരം. അദാനിയെയും അംബാനിയെയും പറ്റി രാഹുലിന് മൗനമെന്ന് മോദി ആരോപിച്ചതിന്റെ പിന്നിൽ എന്താണ്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം രാഹുൽ ഇരുവരെയും പറ്റി ഒരക്ഷരം പറഞ്ഞിട്ടില്ല എന്നാണ് മോദി ഇന്നലെ തെലങ്കാനയിൽ പറഞ്ഞത്. എന്നാൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ അദാനി അംബാനിമാരുടെ മോദി ബന്ധം രാഹുൽ ആവർത്തിച്ചു പറഞ്ഞതിന്റെ വിശദാംശങ്ങൾ കോൺഗ്രസ് എണ്ണി ഇന്ന് പുറത്തുവിട്ടു. എന്നിട്ടെന്തേ മോദിക്ക് മൗനം, BJPക്ക് മൗനം? ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. നുണകളുടെ വ്യാപാരിയോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് വക്താവ് ഷമാ മുഹമ്മദ്, രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീജിത്ത് പണിക്കർ, MN കാരശ്ശേരി, സുപ്രീം കോടതി അഭിഭാഷകൻ പ്രശാന്ത് പത്മനാഭൻ എന്നിവരാണ് എൻകൗണ്ടറിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ഷമാ മുഹമ്മദ്, എന്തുകൊണ്ടാണ് മോദി ഇത്തരമൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടാവുക? ഇന്നിപ്പോൾ കോൺഗ്രസ് ഏതൊക്കെ ഘട്ടങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി അംബാനിയും അദാനിയും പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ ടൈം കോഡ് സഹിതം പുറത്തുവിട്ടിട്ടുണ്ട്. എന്നിട്ടും എന്തേ BJP കേന്ദ്രങ്ങൾക്ക് മൗനം? നമസ്കാരം. BJP കേന്ദ്രങ്ങൾക്ക് മൗനം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല എന്താ പറയേണ്ടത്. ഇന്നലെയും ഞാൻ ഉണ്ടായിരുന്ന ഒരു ചർച്ചയിൽ ഇതിന്റെ മേലെ അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്. അവരെന്നെ ഷോക്ഡ് ആയിരിക്കുക. ബിക്കോസ് നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ഇതിപ്പോ റോഡ് സൈഡിൽ ആരെങ്കിലും ഒരാൾ പറയുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു EDയുടെ ഒരാൾ പറയുമ്പോൾ ഇതൊരു വേറെ കാര്യമായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജേർണലിസ്റ്റോ പത്രക്കാരൻ പറയും. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ പൊസിഷനിലുള്ള ഒരു നേതാവോ വ്യക്തി ആരായി ഇത് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പറയാൻ ടെമ്പോല് പൈസ കൊണ്ടുപോവാന്ന് അഡാനി അംബാനിയും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഞങ്ങൾക്ക് 3 കാര്യങ്ങളാണ് കൃത്യമായിട്ട് അറിയുന്നത്. 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവര് കള്ളപ്പണം എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന്. കള്ളപ്പണം അല്ലെങ്കിലും വേറെ പണം നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. രണ്ടാമത് ഈ കള്ളപ്പണം എവിടുന്നാന്ന് അതും അദ്ദേഹം പറയുന്നില്ല. അപ്പൊ നിങ്ങൾ കള്ളപ്പണം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം 2016 8 മണിക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ നോട്ട് പിൻവലിക്കുകയാണ്. അത് എന്തിനാ ചെയ്തത്? കള്ളപ്പണം തീർക്കാൻ. അപ്പം അന്ന് ആരാ കഷ്ടപ്പെടുന്നത്? പാവങ്ങൾ. പക്ഷേ ഈ കള്ളപ്പണം ഇന്നും ഉണ്ടെന്ന് ഇതിന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുക നരേന്ദ്രമോദി. മൂന്നാമത്തെ കാര്യം, ഏത് സൈഡിലാണെന്ന് ഞങ്ങൾക്ക് ഇപ്പം എവിടെയാ വിജയം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അത് ഇന്ത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിയാണ് June 4 വരുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റും ഇങ്ങനത്തെ ഒരു അഭിഭാഷണം പറഞ്ഞത് ക്ലിയർ ആണ്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ എന്റെ ഇതിൽ സുപ്രീം കോർട്ട് സുവമോട്ടോ കോഗ്നിസൻസ് എടുക്കണം. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ നരേന്ദ്രമോദി ഒരു പ്രധാനമന്ത്രി പറയേണ്ട കാര്യമില്ല. പ്രധാനമന്ത്രിക്ക് തെളിവുണ്ടെങ്കിൽ EDന് അന്വേഷണം വേണം. സുപ്രീം കോർട്ട് സുവമോട്ടോ കോഗ്നിസൻസ് എടുക്കണം. എന്നിട്ട് എന്താ ഇതിന്റെ പിന്നിലെന്ന് ആരാ എന്താ ചെയ്യുന്നത്, എവിടെയാണ് ഈ കള്ളപ്പണം? അല്ല, ഇപ്പൊ സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കണമെന്നൊക്കെ പറയുമ്പോ ഈ മഹാന്മാരുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളിൽ കോടതി എന്താ നിലപാടെടുത്തോന്ന അനുഭവം ക്ഷമയുടെ മുന്നിലില്ലേ? ഇപ്പൊ റഫാലുമായി ബന്ധപ്പെട്ടതായാലും അതിപ്പോ അംബാനി കുടുംബവുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഹിൻഡൻബർഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അത് അദാനിയുമായി ബന്ധപ്പെട്ടാണല്ലോ. ഇത് 2 കാര്യങ്ങളിലും ഏത് രൂപത്തിലാണ് ഉന്നത നീതിപീഠം പ്രവർത്തിച്ചതെന്ന് നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. അതവിടെ നിൽക്കട്ടെ. മോദിയെ സ്വയം പ്രതിരോധത്തിലാക്കുന്ന ഒരു വാദഗതി മോദി എന്തുകൊണ്ട് മുന്നോട്ട് വെക്കണം? അതേപറ്റിയുള്ള കോൺഗ്രസിന്റെ വിലയിരുത്തൽ എന്താണ്? മോദി എന്തുകൊണ്ട് മുന്നോട്ട് വെക്കണം എന്ന് പറയുമ്പം മോദിനോട് ചോദിക്കണം. ഞങ്ങളെ ചോദ്യം എന്താന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പറയാ കള്ളപ്പണം. ശരി, ക്ഷമ ആവർത്തിക്കേണ്ട, ഞാൻ വരാം. ശ്രീജിത്ത് പണിക്കർ, ഇപ്പോ മോദിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയ സാഹചര്യം എന്താണ്? മോദിക്ക് ഈ അദാനി അംബാനിമാരെ പറ്റിയുള്ള മനസ്സിലാക്കൽ എന്താണ്? രാഹുലിനെ പറ്റിയുള്ള മോദിയുടെ മനസ്സിലാക്കൽ എന്താണ് എന്നത് അദ്ദേഹം നിരന്തര പ്രതികരണങ്ങളിലൂടെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ അദാനി അംബാനിമാരെ പറ്റിയുള്ള മോദിയുടെ, പ്രധാനമന്ത്രിയായ മോദിയുടെ ബോധ്യം എന്താണ്? അതിൽ 2 കാര്യമുണ്ടെന്നാണ് ശ്രീ വേണു ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെത് ഒരു രാഷ്ട്രീയ ആരോപണവും രണ്ടാമതൊന്ന് ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റുമാണ്. ഇപ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് വാഹനത്തിൽ കയറ്റിയിട്ടാണോ പണം കൊണ്ടുപോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണമാണ്. ആ രീതിയിലുള്ള സമാനമായിട്ടുള്ള ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അലഗേഷൻ ഇതിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ സമയമായപ്പോഴേക്കും ശ്രീ രാഹുൽ ഗാന്ധി
അംബാനിയെ പറ്റിയോ അദാനിയെ പറ്റിയോ പറയുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു മുൻ ഉദാഹരണം കൂടിയുണ്ട്, അത് ഞാൻ പറയാം. ഇത് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസംഗം എവിടെയാണ് എന്നുള്ളത് പ്രധാനമാണ്. എവിടെയാണെന്ന് അറിയാമല്ലോ, തെലങ്കാനയിലാണ് ഈ പ്രസംഗം നടത്തിയിരിക്കുന്നത്. അപ്പൊ തെലങ്കാനയിൽ നരേന്ദ്രമോദി ഈ പ്രസംഗം നടത്തുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം, അദാനിയുമായി ബന്ധപ്പെട്ട് തെലങ്കാന സർക്കാർ 3 മാസം മുൻപ് 12,400 കോടി രൂപയുടെ 4 ഇൻവെസ്റ്റ്മെന്റ് MOU, അതായത് നിക്ഷേപ ധാരണാപത്രങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട് അദാനിയുമായിട്ടാണ്. ആ തുക എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ 12,400 കോടി രൂപയുടേതാണ്. അതിൽ അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡ് ഉണ്ട്, അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡുമായിട്ടുള്ള ഒരു കരാറുണ്ട്, അംബുജ സിമെന്റ്സുമായി ബന്ധപ്പെട്ട ഒരു കരാറുണ്ട്, പിന്നെ അദാനി ഡിഫൻസുമായി ബന്ധപ്പെട്ട കരാറുണ്ട്. അങ്ങനെ 4 കരാറുകളായിട്ട് 12,400 കോടി രൂപയുടെ നിക്ഷേപ ധാരണയാണ്. ഇത് സൈൻ ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ്? ഇത് എവിടെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്? വേൾഡ് എക്കണോമിക് ഫോറം ദാവോസിൽ വെച്ചിട്ടാണ് അത് സൈൻ ചെയ്തിരിക്കുന്നത്. സൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ഒരു വശത്ത് സാക്ഷാൽ ഗൗതം അദാനിയും മറ്റേ വശത്ത് തെലങ്കാനയിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡിയും. അപ്പോൾ പ്രധാനമന്ത്രി തെലങ്കാനയിൽ വന്നിട്ട് ഈ കാര്യം ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ നേതാവ് ഇവിടെ വന്നിട്ട് അംബാനിയെ പറ്റിയും അദാനിയെ പറ്റിയും സംസാരിക്കാത്തത് എന്നാണ്. എന്ന് വെച്ചാൽ അവിടെ അദാനിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സർക്കാർ ഒരു വലിയ സാമ്പത്തികമായിട്ടുള്ള ഡീൽ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡീൽ ഉണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണം എന്ന നിലയ്ക്ക് പോലും അദാനി എന്ന പേര് മിണ്ടാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല. സമാനമായിട്ടൊരു ഉദാഹരണം ഞാൻ പറയാം. അത് ഭാരത് ജോഡോ യാത്ര നടക്കുന്ന സമയത്താണ്. ഭാരത് ജോഡോ യാത്ര നടക്കുന്ന സമയത്ത് രാജസ്ഥാനിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ രാജസ്ഥാനിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സമയത്ത്, ഈ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധി എല്ലായിടത്തും അംബാനി അദാനി എന്ന് പറഞ്ഞ് മോദിയുമായിട്ടുള്ള ബന്ധമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത്, ഒരേ സമയത്ത് അവിടെ ഗൗതം അദാനിയുമായിട്ട് വേദി പങ്കിട്ടത് രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ടാണ്. അന്ന് അദ്ദേഹം എന്തിനായിരുന്നു വേദി പങ്കിട്ടത്? ഇതേ ഗൗതം അദാനി 65,000 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ഈ രാജസ്ഥാൻ എന്ന സംസ്ഥാനത്ത് നടത്തുകയാണ്. അത് നടത്തുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ ഇതേപോലെ അശോക് ഗെഹ്ലോട്ടിനോട് ചോദിച്ചു, രാഹുൽ ഗാന്ധി അംബാനി അദാനി എന്ന് പറഞ്ഞിട്ട് ഭാരത് ജോഡോ യാത്ര നടത്തുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ അദാനിയുമായി ചേർന്ന് വേദി പങ്കിടുകയാണല്ലോ എന്ന് ചോദിക്കുന്നു. ആ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ നാട്ടിൽ വരുന്ന നിക്ഷേപങ്ങൾ, ആ നിക്ഷേപങ്ങൾ ഉണ്ടാക്കുന്ന തൊഴിലവസരങ്ങൾ എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഞാൻ എതിർക്കാനില്ല. ഒരു സെക്കൻഡ് ക്ഷമ. പണിക്കരുടെ പോയിന്റ് എന്ന് പറയുന്നത്, രേവന്ത് റെഡ്ഡിയും ഗൗതം അദാനിയുമായി 12,500 കോടിയുടെ ധാരണാപത്രത്തിൽ എത്തിയതുകൊണ്ടാണ് രാഹുൽ അക്കാര്യം മിണ്ടാത്തതെന്നാണോ? ഒറ്റ വാക്കിൽ എന്നോട് മറുപടി പറയൂ. അല്ല, അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സെക്കൻഡ്. ഈ ഇന്ത്യൻ എക്സ്പ്രസ് അങ്ങ് കാണാറുണ്ട് എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. ഇന്നിപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്, ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ് വിശദമായി ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം എവിടെയൊക്കെ രാഹുൽ ഗാന്ധി പോയിട്ടുണ്ട്, എവിടെയൊക്കെ അദാനിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നതിനെപ്പറ്റി ഏകദേശം റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ മെയ് 5 എന്ന് പറയുന്നത് തെലങ്കാനയിലെ നാഗാകുർണൂൽ എന്ന് പറയുന്ന സ്ഥലമാണ്. BJP is a party of 2-3%. Whatever Modi has done in the last 10 years was for 22 people. He waived off the loans worth lakhs and crores of people like Adani. The country's airports, ports, infrastructure, defense industry, he handed over all that to one person. എന്തേ പണിക്കർ ഇതിനുള്ള മറുപടി? ഇനി ഇന്ന് രാഹുൽ ഗാന്ധി എവിടെയാണ്? ഇന്നും തെലങ്കാനയിൽ ഇന്നും പറഞ്ഞു രാഹുൽ ഇതേ കാര്യം. ഇന്ന് രാഹുൽ ഗാന്ധി തെലങ്കാനയിൽ പറഞ്ഞിരിക്കുന്ന, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിൽ ഒന്നും തന്നെ അദാനിയെ പറ്റിയിട്ടുള്ള പരാമർശം. അപ്പൊ മെയ് 5 തീയതി വിട്ടോ? മെയ് 5 തീയതി വിട്ടോ? അല്ല, ഞാൻ കാണിച്ചു തരാം. ബിസിനസ് സ്റ്റാൻഡേർഡിൽ ഇന്നിപ്പോ ഓൺലൈനിൽ നോക്കിയാൽ അദാനിയെ പറ്റി തന്നെ രാഹുൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതവിടെ നിൽക്കട്ടെ. 5 തീയതി വിട്ടോ? അല്ല, ഞാൻ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രി സംസാരിച്ചിരിക്കുന്ന സാഹചര്യത്തിലെങ്കിലും അദ്ദേഹം അത് വ്യക്തമായിട്ട് പറയേണ്ടതല്ലേ? അതൊരു കോമൺ സെൻസ് അല്ലേ ശ്രീ വേണു? എന്റെ പണിക്കരെ, പ്രധാനമന്ത്രി പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്നു മുതൽ ഇതുവരെ അംബാനി അദാനി എന്ന് രാഹുൽ മിണ്ടിയിട്ടില്ല എന്ന്. AICC ഇന്നിപ്പോ വിശദമായി എന്തൊക്കെയാണോ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി എവിടെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, അവിടെ എവിടെയൊക്കെ അംബാനി അദാനി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നത് ടൈം കോഡ് സഹിതം പോർട്ടലിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് കാണാവുന്നതാണ്. ഇനിയിപ്പോ പ്രധാനമന്ത്രി പറഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മാത്രമേ അത് പറച്ചിലാകൂ എന്നത് അങ്ങയുടെ മാത്രം വാദമാകും അങ്ങനെയെങ്കിൽ. അല്ല, അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം വളരെ ലളിതമല്ലേ? നിങ്ങൾക്ക് ഇത്രത്തോളം മോശമായിട്ടുള്ള ഒരു ക്രോണിക് ക്യാപിറ്റലിസത്തിന്റെ ആളാണ് അദാനിയെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാരും നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരും അദാനിയുമായി ഡീൽ ഉണ്ടാക്കുന്നത്? അതെന്തൊരു വാദമാണ്. അല്ല, ഒരു സെക്കൻഡ്. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കോൺഗ്രസിന് കൊടുക്കുമ്പോൾ മാത്രമായിരിക്കുമോ അദാനിയുടെ ട്രക്കിൽ കള്ളപ്പണം
അംബാനിയുടെ ട്രക്കിൽ അല്ല, കള്ളപ്പണം അത് രണ്ടാം- ഒരു second, അത് ഒരു second. രാഷ്ട്രീയമാണോ? ഞാൻ ബി ജെ ചോദിച്ചതിന് പി മറുപടി കൊടുക്കുമ്പോഴോ അല്ല അങ്ങ് പറയുന്ന അത് പ്രകാരമാണ്. രാഷ്ട്രീയമാണോ? അതിലേക്ക് വരാം. അല്ല ഞാൻ അല്ല ചോദിക്കുന്ന അല്ലല്ല അല്ലല്ല ചോദ്യത്തിന് താങ്കൾ അതിലേക്ക് മറുപടി വരാമെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റൊരു ചോദ്യമല്ല ചോദിച്ചത്. കാരണം ആണ്. അല്ലല്ല അത് ബി രാഷ്ട്രീയം. ജെ ഞാൻ പിയുമായി പറഞ്ഞു, ഇതിൽ ചേർന്ന് രണ്ട് നിൽക്കുമ്പോൾ ഭാഗമുണ്ട്. ഒരു സെക്കൻഡ്, ആ. ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുമ്പോൾ അംബാനിയും അദാനിയും നല്ലവർ, മറ്റാരെങ്കിലുമായി കൂട്ടുകൂടുകയാണെങ്കിൽ മാത്രം മോശം എന്നതാണോ നിലപാട്? അങ്ങനെയാണെങ്കിലാണ് അയ്യോ, അങ്ങനെയല്ലല്ലോ. അല്ല അങ്ങനെയല്ല, താങ്കൾ പറയുകയാണ് അങ്ങനെയല്ല. കളങ്കിതരുമായി, കളങ്കിതരായ അങ്ങനെയല്ല. അംബാനി അദാനിയുമായി എന്തിനാണ് ധാരണാപത്രം സംസ്ഥാന സർക്കാരുകൾ ഒപ്പുവയ്ക്കുന്നത് എന്ന്? ഇതെന്ത് അടിസ്ഥാനത്തിലുള്ള അങ്ങനെയല്ല. വാദഗതിയാണ്? ഇല്ല, അത് വളച്ചൊടിക്കുകയാണ്. അത് താങ്കൾ വളച്ചൊടിക്കുകയാണ്. നോക്കൂ, ഇവിടുത്തെ ഒരു പ്രധാന കാര്യം, രാഹുൽ ഗാന്ധി ഈ അംബാനി അദാനി ഏറ്റവും പ്രധാനമായിട്ട് ഉയർത്തിയത്, ഞാൻ ഇവിടെ ചർച്ചയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ശ്രീമതി ഷമാ മഹോദും പറഞ്ഞു വന്നത് ആ പോയിന്റാണ്. ഡിമോണിറ്റൈസേഷന് ശേഷം അന്ന് രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് 2018 മുതൽ പഠിക്കരെ ആ വാദഗതികളിലേക്കൊക്കെ വരാം. അതിന് മുൻപ് ആദ്യമായ ഒരു അല്ലല്ല, ചോദ്യം, ഒറ്റ താങ്കളുടെ സെക്കൻഡ്, ചോദ്യത്തിന് മറുപടിയാണ് പറയുന്നത്. അല്ലല്ല എല്ലാത്തിനും താങ്കളുടെ അങ്ങേക്ക് അവസരമുണ്ട്. ചോദ്യത്തിനുള്ള മറുപടിയാണ് മെയ് 5-ാം പറയുന്നത്. തീയതി തെലങ്കാനയിൽ വെച്ച് തന്നെ ശ്രീ അല്ലല്ല വേണു, രാഹുൽ ശ്രീ ഗാന്ധി വേണു, ആ അദാനിയെ ചോദ്യം ഞാൻ പറ്റി പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ അങ്ങ് ഈ അതിനെ വാദഗതി പറ്റിയുള്ള മറുപടി- അല്ലല്ല അങ്ങ് ശ്രീ പ്രതികരിക്കുമ്പോൾ വേണു, ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്രീ വേണു, അല്ലല്ല ഒരു സെക്കൻഡ്, അങ്ങയുടെ രേവന്ത് ചാനൽ, റെഡ്ഡിയും അങ്ങയുടെ ചർച്ച, ഒരു അങ്ങ് സെക്കൻഡ് പറയുമ്പോൾ പണിക്കരെ, എനിക്ക് സംസാരിക്കാൻ രേവന്ത് കഴിയും. റെഡ്ഡിയും പക്ഷേ അദാനിയുമായി ധാരണാപത്രം ഒപ്പുവെച്ചതുകൊണ്ട് രാഹുൽ ഗാന്ധി മിണ്ടിയിട്ടില്ല. ഇങ്ങനെയാണ് പണിക്കരുടെ വാദം തുടങ്ങിയത് അല്ലെ? ആയിക്കോട്ടെ. ആ വാദഗതിയുടെ വാസ്തുശില്പ ഘടനയെ തകർക്കുന്ന ഒരു വാസ്തവമാണ് മെയ് 5-ാം തീയതി തെലങ്കാനയിൽ വെച്ച് എന്താണ് രാഹുൽ പറഞ്ഞതെന്ന് ഞാൻ അങ്ങേ വായിച്ചു കേൾപ്പിച്ചത്. അതിനുള്ള മറുപടി ആദ്യം, ബാക്കിയൊക്കെ വരും. അല്ലല്ല ബാക്കിയൊക്കെ അതിന്റെ പുറമേ പറയൂ. ആദ്യം ഇതിനുള്ള മറുപടി. അതിനുശേഷം രാഹുൽ ഗാന്ധി അവിടെ പോയിട്ടുണ്ടോ, അദ്ദേഹം അപ്പോൾ നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ എന്താണ് എന്നതാണ് എന്റെ ചോദ്യം. രണ്ടിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. പണിക്കരെ ഒരു സെക്കൻഡ്, പണിക്കരെ ഒരു സെക്കൻഡ്. മെയ് 5-ാം തീയതി രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ താങ്കളുടെ വാദഗതിയുടെ അടിസ്ഥാനം എന്താണ്? ശ്രീ വേണു, ഞാൻ അത് രണ്ട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അതിൽ ഒരു കാര്യത്തിന് മറുപടി പറയുമ്പോൾ താങ്കൾ അതിലെ രണ്ടാമത്തെ വാദം ഉന്നയിച്ചു. ഞാൻ അതിന് മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോൾ താങ്കൾ ഇതൊന്നുമല്ല എന്റെ പ്രശ്നം. താങ്കളുടെ വാദഗതിയുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് രേവന്ത് റെഡ്ഡി അദാനി ധാരണാപത്രത്തിന്റെ ഭാഗമായി രാഹുൽ മിണ്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചു അങ്ങയോട്, ആ ഒറ്റ കാരണം കൊണ്ടാണോ രാഹുൽ മിണ്ടാത്തത് എന്ന്? അങ്ങ് പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് മെയ് 5 തെലങ്കാനയിലെ തന്റെ കാര്യം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. അതിനുള്ള മറുപടി അങ്ങ് പറഞ്ഞിട്ട് പോയിക്കോളൂ. ബാക്കി എന്ത് വേണമെങ്കിലും അങ്ങ് പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. ഇതിന് മാത്രം ആദ്യം മറുപടി. വളരെ ലളിതമാണ്. ശ്രീ വേണു, താങ്കൾ PSC ചോദ്യം ചോദിക്കുന്നത് പോലെ ചോദിക്കരുത്. 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ ഒന്ന് കുത്തിയെടുക്കൂ എന്ന് പറയരുത്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു കൊള്ളരുതാത്തവനാണ് അദാനിയെങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് സർക്കാർ തുടർച്ചയായിട്ട് അദ്ദേഹവുമായിട്ട് ഡീൽ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, ആ രാഷ്ട്രീയമായിട്ടുള്ള കാര്യമാണ് താങ്കൾ പറയുന്നത് എങ്കിൽ 2018 മുതൽ രാഹുൽ ഗാന്ധി സ്ഥിരം പറയുന്നത് നരേന്ദ്രമോദിക്ക് 10-15 സുഹൃത്തുക്കളുണ്ട്. ക്യാപിറ്റലിസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അദ്ദേഹം അവരുടെ ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം സഹായിച്ചു. അതിനുശേഷം ഈ 10-15 ആൾക്കാരുടെ പേര് പറയുന്നില്ല എങ്കിലും അംബാനി അദാനി എന്നീ പേരുകൾ ആവർത്തിച്ച് നിരന്തരമായിട്ട് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. അങ്ങനെയാണ് എങ്കിൽ അങ്ങനെ കള്ളപ്പണം കയ്യിലിരിക്കുന്ന, കള്ളപ്പണത്തിനെ വെളുപ്പാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഡീലുകൾക്ക് ശ്രമിക്കുന്ന ആൾക്കാരുമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ സർക്കാരും കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന സർക്കാരും ഡീൽ ഉണ്ടാക്കുന്നത് എന്താണെന്ന് ചോദ്യം. പണിക്കരെ ഒരു ഫെഡറൽ സംവിധാനമായിരിക്കുമ്പോഴും കേന്ദ്ര ഏജൻസികൾ ഉണ്ടല്ലോ പണിക്കരെ. ഇങ്ങനെ ഒരു കൊള്ളരുതായ്മ ഈ പറയുന്ന തെലങ്കാനയിൽ നടക്കുന്നുണ്ട് എങ്കിൽ കേന്ദ്ര സർക്കാർ അതിന്റെ ഏജൻസികളെ ഉപയോഗിച്ച് അന്വേഷണം നടത്തുകയല്ലേ വേണ്ടത്? പോട്ടെ ഒരു വണ്ടി ED, പോട്ടെ ഒരു വണ്ടി CBI ഈ അംബാനിയുടെയും അദാനിയുടെയും വീട്ടിലേക്ക് മതിൽ ചാടിയോ ഗേറ്റ് ചാടിയോ എങ്ങനെയെങ്കിലും ഒക്കെ കടക്കാനുള്ള വൈഭവം ഈ 2014 ശേഷം അവർക്ക് സിദ്ധിച്ചിട്ടുണ്ടല്ലോ. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അല്ല, ഞാൻ പറയുന്നത് ഇത് അവരുടെ വാക്കാണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ വാക്കിനെ കടമെടുത്തിട്ടാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഇതേപോലെയാണോ കൊണ്ടുപോകുന്നത്, ഇവരുടെ അടുത്ത് നിന്ന് നിങ്ങൾ പണം വാങ്ങുന്നുണ്ടോ? അതായത് BJPക്ക് ഇവർ പണം കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് കള്ളപ്പണമായി മാറുകയും കോൺഗ്രസ് അത് അങ്ങനെയല്ല. ഒരു ക്വിഡ് പ്രോക്കോയുണ്ട്. ഒരു സെക്കൻഡ് ക്ഷമ, ഒരു ക്വിഡ് പ്രോക്കോയുണ്ട്. അതായത് ഇങ്ങനെ പണം കൊടുത്തു, അതിനുശേഷം നിങ്ങൾ മിണ്ടിയില്ല, അപ്പൊ പണം കൊടുത്തു എന്നത് വ്യക്തമാകുന്നു അല്ലേ? ക്വിഡ് പ്രോക്കോയാണ്. അല്ലല്ല, അവിടെ ഇതൊരു രാഷ്ട്രീയപരമായി പറയണ്ട. ഞാൻ ഇങ്ങനെ പറയുന്നു, ഇവിടെ കള്ളപ്പണം കൊടുത്തത് കൊണ്ട് നിങ്ങൾ മിണ്ടിയിട്ടില്ല, അപ്പൊ രണ്ടും നടന്നു. കള്ളപ്പണം കൊടുത്തു, രാഹുൽ മിണ്ടിയിട്ടില്ല. അല്ലല്ല, പ്രധാനമന്ത്രിയുടെ ഒരു പ്രിവി നോളജ് ആയിരിക്കാം, പ്രധാനമന്ത്രിക്കുള്ള എക്സ്ക്ലൂസീവ് ഇൻഫർമേഷൻ ആയിരിക്കാം. കോൺഗ്രസിന് പണം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രധാനമന്ത്രിയുടെ എക്സ്ക്ലൂസീവ് ഇൻഫർമേഷന്റെ നാണക്കേടൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഈ മൻമോഹൻ സിംഗിന്റെ വീട്ടിൽ പാകിസ്ഥാന്റെ ആളുകൾ ഉൾപ്പെടെയുള്ളവർ കൂടിയാലോചന നടത്തിയെന്ന് പറഞ്ഞല്ലോ, മൻമോഹൻ സിംഗ് അടക്കമുള്ളവർ. 2019 തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലാണ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുത്തു. അപ്പോൾ വന്ന മറുപടി എന്താണെന്ന് അറിയാമോ? അത് ഞങ്ങൾക്ക് പറയാൻ കഴിയാത്ത വിവരമാണ് എന്ന്.
അങ്ങനെ പല വിവരങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാകും. ഞാൻ വരാം. ക്ഷമ എന്താണ് അങ്ങനെ പണിക്കരോട് പോലെ, പറഞ്ഞത്? അങ്ങനെ പോലെ. ഒരു സെക്കൻഡ് പണിക്കർ എവിടേക്കും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ക്ഷമ ഒന്ന് വേഗം അതിന് മറുപടി. പണിക്കർക്ക് മറുപടി. പണിക്കരോട് എനിക്ക് പറയാമെന്ന് പറഞ്ഞാൽ പണിക്കർ ഒരു മിനിറ്റ്, ക്ഷമയ്ക്കുള്ള മറുപടി. അല്ലല്ല, ക്ഷമയ്ക്കുള്ള മറുപടിക്കുള്ള ഒരു അവസരം. പണിക്കർ ഒരു സെക്കൻഡ്, നമുക്ക് തമ്മിലുള്ള തർക്കമാക്കി നിർത്തണ്ട. ക്ഷമ, ഞാൻ അങ്ങയിലേക്ക് വരാൻ പണിക്കരെ. എന്നോട് ഒരു ചോദ്യം ചോദിച്ചിട്ട് ഇല്ല, ഇത് ചോദ്യമല്ല. ഞാൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ചോദ്യമേ അല്ല. ക്ഷമ, ഒരു പ്രസ്താവന എടുത്തിട്ട് ആ പ്രസ്താവനയെ പറ്റി എന്നോട് എന്തെങ്കിലും ഒരു അഭിപ്രായം, ഒരു സ്റ്റേറ്റ്മെന്റ് ആയി പറഞ്ഞിട്ട് താങ്കൾ മറ്റൊരാളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അസഹിഷ്ണുതയാണ്. ബിജെപി സ്പോക്സ് പേഴ്സൺ എന്തിനാ വിളിക്കുന്നത്? വേറെ ആളെ സംസാരിക്കാൻ വേണ്ടുന്ന നിന്റെ ഗൂഢാലോചന പറ്റൂല പണിക്കറ. ഞാൻ പറയുന്നത് പറ്റൂല. സുധാകരനോട് ചോദിച്ചിട്ടാണ് ക്ഷമ ചർച്ചയിൽ വന്നത്. കോൺഗ്രസ് ആണോ? നിങ്ങൾ തമ്മിൽ തീരുമാനമായോ? ഡൈവേർട്ട് ചെയ്യാൻ നോക്കാത്തത്. നിങ്ങൾ തമ്മിൽ തീരുമാനമായോ? കോൺഗ്രസിലാണോ ക്ഷമ ഇപ്പോ? അല്ല, ഒന്ന് ക്ഷമ, കോൺഗ്രസിലെ കെ സുധാകരൻ താങ്കളെ അറിയത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ തീരുമാനമായോ? കോൺഗ്രസിന്റെ ആളായിട്ടാണോ വന്നിരിക്കുന്നത്? അദ്ദേഹത്തിന് എനിക്ക് സംസാരിക്കണം വേണു, അദ്ദേഹം സംസാരിക്കാൻ വിടുന്നില്ല. കോൺഗ്രസിന്റെ ആളായിട്ടാണ്. പക്ഷെ പണിക്കർ ഒരു രാഷ്ട്രീയ ചോദ്യമാണ് ചോദിക്കുന്നത്. ക്ഷമ, പണിക്കർ അങ്ങയെ തടസ്സപ്പെടുത്തുകയല്ല, ഒരു രാഷ്ട്രീയ ചോദ്യമാണ് ചോദിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വി ഡി സതീശൻ മറുപടി വന്നിട്ടുണ്ടല്ലോ. വി ഡി സതീശൻ അല്ലല്ലോ, കെ സുധാകരനല്ലേ കോൺഗ്രസിന്റെ അധ്യക്ഷൻ. അദ്ദേഹം മറ്റേ പ്രതിപക്ഷ നേതാവല്ലേ? ലീഡർ ഓഫ് ഓപ്പോസിഷൻ പറഞ്ഞിട്ടുണ്ട് മറുപടി. ലീഡർ ഓഫ് ഓപ്പോസിഷൻ അല്ല, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് പറഞ്ഞത്. എനിക്ക് ക്ഷമ അറിയില്ല, ക്ഷമ പാർട്ടിയുടെ ആരുമല്ല, ക്ഷമ പാർട്ടിയുടെ ആരുമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷനാണ്. എന്നിട്ട് താങ്കൾ പറയുന്നത് താങ്കൾ കോൺഗ്രസ് ആണ്. ഞാൻ ആരെ വിശ്വസിക്കണം? ശരി പണിക്കർ ക്ഷമ പറയട്ടെ, അതിനുശേഷം പണിക്കർ പറയാം. ശരി പണിക്കർ വഴങ്ങി. ക്ഷമ, എനിക്ക് പറയാനുള്ളത് ഡൈവേർട്ട് ചെയ്യാനൊന്നും ഞങ്ങൾ ഇന്ന് വിടൂല നിങ്ങളെ. ഇവിടെ പറയുന്നത് പറഞ്ഞാൽ മുഖ്യ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പ്രധാനമന്ത്രി പറയാം, അദാനിയും അംബാനിയും കള്ളപ്പണം ടെമ്പോയിൽ എടുത്തിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കാന്ന്. അതിൽ ഒരു ഡൈവേർഷനും ഇല്ല. നിങ്ങൾ പറയാ രാഹുൽ ഗാന്ധി, ഞങ്ങൾ തെളിവും കാണിച്ചിട്ടുണ്ട്, രാഹുൽ ഗാന്ധി അദാനിനെ പറ്റി സംസാരിക്കുന്നതും അദാനിയുടെ എതിരായിട്ട് സംസാരിക്കുന്നതും അംബാനിന്റെ എതിരായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ തെളിവ് കാണിച്ചിട്ടില്ലെങ്കിലും ഞാൻ ചോദിക്കുന്നു, പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രി ഒരു കാര്യം പറയുമ്പം അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നത് ഈ പൈസ കള്ളപ്പണം അദാനിയും അംബാനി കൊടുക്കുക കോൺഗ്രസ് പാർട്ടി, ഇതൊരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊരു വലിയ ആരോപണമാണ്. ഞങ്ങൾ ഇന്ന് പറയാന്ന് പറഞ്ഞാൽ ഇഡിയുടെ അന്വേഷണം വേണം ഇതിന്റെ മേലെ. ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, റെട്ടറിക് ആണ്. ഇത് സത്യം പറയുന്നെങ്കിൽ ഇഡിന്റെ അന്വേഷണം വേണം ഇതിന്റെ മേലെ. നിങ്ങൾ ഇത് ഡൈവേർട്ട് ചെയ്തിട്ട് അവിടെ ഒരു രാജസ്ഥാനിലുണ്ടായി, അല്ലെങ്കിൽ മറ്റേ തെലങ്കാനയിലുണ്ടായി രാഹുൽ ഗാന്ധി മൊണോപ്പൊളിന്റെ. അങ്ങനെയാണെങ്കിൽ ക്ഷമ, പണിക്കർ ഉൾപ്പെടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ഇത്രയും വലിയ കുഴപ്പക്കാർ, അതായത് ഈ പറയുന്ന ഇന്ത്യയിലെ സാധാരണക്കാരായിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഞങ്ങൾ ലക്ഷാധിപതിയാക്കും എന്നാണല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത്. എങ്ങനെ? നിങ്ങൾ ലക്ഷാധിപതികളാകേണ്ട സാധാരണക്കാർ നിങ്ങളുടെ പണം മുഴുവൻ എടുത്ത് അദാനിക്കും അംബാനിക്കും കൊടുക്കുകയാണ്. അങ്ങനെയാണ് അവർ ഇങ്ങനെ കോടിപതികളായിരിക്കുന്നത്. ഒരു സെക്കൻഡ് ആ അസമത്വം ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെലങ്കാനയിൽ അത് കാണിക്കേണ്ടേ ക്ഷമ? തെലങ്കാനയിൽ 12,500 കോടിയുടെ നിക്ഷേപം വരുമ്പോൾ എങ്ങനെയാണ് അവിടെ മാത്രം തെലങ്കാന അതിർത്തിക്കകത്ത് മാത്രം അദാനി വളരെ നല്ല ഒരു വ്യവസായി ആകുന്നത്, ഒരു നിക്ഷേപകനാകുന്നത്? ഓരോ സംസ്ഥാനത്തിൽ അവരവരെ വിഷയങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഒരു സംസ്ഥാനം നടത്തുന്നത് അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. എല്ലാ സംസ്ഥാനത്തിലും ഞങ്ങൾക്ക് ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടുത്തെ ബഡ്ജറ്റ് ഉണ്ടാവും, അവിടെ ഗ്യാരണ്ടീസ് കൊടുത്തിട്ടുണ്ട്, അവിടെ പല കാര്യങ്ങളുണ്ട്, അവിടെ തൊഴിൽ കൊടുക്കണം. ഞങ്ങൾ എന്താ പറഞ്ഞത്, ഇവിടത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ 30 ലക്ഷം ഇപ്പം ഒഴിവുള്ള തൊഴിലുണ്ട്, സർക്കാർ തൊഴിൽ അവർ കൊടുക്കുന്നില്ല. ബി ജെ പി എന്തുകൊണ്ട് മോദിക്ക് തെലങ്കാനയിലെ സാധാരണക്കാരെ നിങ്ങൾക്കപ്പോൾ ലക്ഷാധിപതികളാക്കണ്ടേ? അവിടെ അദാനി വരികയാണ്. അപ്പൊ എങ്ങനെയാണ് തെലങ്കാനയിലെ ആളുകളെ നിങ്ങൾക്ക് ലക്ഷാധിപതിയാക്കാൻ കഴിയുക? അല്ല ഞാൻ സംസാരിക്കാൻ നിങ്ങൾ വിടുന്നില്ലല്ലോ, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മോദിക്ക് ഗ്യാരണ്ടി ആയിരുന്നു ഇവർ തുടങ്ങിയത്. മോദിക്ക് ഗ്യാരണ്ടി, വികസിത് ഭാരത്. ആ വികസിത് ഭാരത്തും മോദിക്ക് ഗ്യാരണ്ടിയിൽ എവിടെ പോയി? അതിനെ പറ്റിയിട്ട് ഇപ്പൊ സംസാരിക്കുന്നില്ല. 400 പാർ അത് സംസാരിക്കുന്നില്ല. ഡെയിലി നമ്മൾ കേൾക്കുന്ന മാനിഫെസ്റ്റോ, ഈ മാനിഫെസ്റ്റോ ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. അല്ലല്ല, എന്റെ മറുപടി പറയണം. മുസ്ലിംസ് പുറത്തുനിന്ന് വരുന്ന നിങ്ങളെ 7 മക്കളെ പ്രസവിക്കും, നിങ്ങളെ സമ്പത്ത് എടുക്കും. മുസ്ലിംസ് നിങ്ങളെ മംഗൾസൂത്ര, കോൺഗ്രസ് പാർട്ടിയിലെ മാനിഫെസ്റ്റോ നിങ്ങളെ മംഗൾസൂത്ര എടുത്തിട്ട് മുസ്ലിംസ് കൊടുക്കും, നിങ്ങളെ പശുക്കൾ എടുത്തിട്ട് മുസ്ലിംസ് കൊടുക്കും. എന്താ അദ്ദേഹം പറയുന്നത്? അല്ല, അതിലേക്ക് പോകണ്ട. ഇപ്പൊ 7 മക്കളുടെ കാര്യം അങ്ങ് പറഞ്ഞല്ലോ. മോദി 6 മക്കളിൽ ഒരാളാണ്. ഒരു സെക്കൻഡ് ഞാൻ അങ്ങയിലേക്ക് വരാം. അപ്പൊ ഈ സന്താനോൽപാദനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമുദായമായി മാത്രം ചുരുക്കേണ്ടതില്ല എന്ന് മോദിയുടെ തന്നെ കുടുംബ സാഹചര്യം വ്യക്തമാക്കുന്നതാണ്. ഞാനപ്പോ അതിലേക്കല്ല പോകുന്നത്. കാരശ്ശേരി മാഷ്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗതുകം,
ഈ അംബാനിയെയും അദാനിയെയും പ്രതിരോധത്തിലാക്കുന്ന, അത് കള്ളപ്പണം എന്ന വാക്ക് തന്നെ ഉപയോഗിച്ച് പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രതികരണം ഇന്നലെ തെലങ്കാനയിൽ മോദി നടത്തിയതാണ്. അതെന്തുകൊണ്ടാണ് എന്നാണ് ശ്രീ കാരശ്ശേരിയുടെ വിലയിരുത്തൽ? വേണു, ശ്രീ നരേന്ദ്രമോദി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പലപ്പോഴും പറയുന്നത്. അതിൽ നിർഭാഗ്യവശാൽ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും അതിശയോക്തികളും വളരെ അധികമുണ്ട്. അത് ഇന്ത്യക്കകത്തും പുറത്തും അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആളുകൾ ശ്രദ്ധിക്കും. അപ്പോൾ ഇലക്ഷൻ ആണെങ്കിലും അല്ലെങ്കിലൊക്കെ സാധാരണ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസംഗത്തിൽ ആരെങ്കിലും പറയും പോലെ ഒരു പ്രധാനമന്ത്രി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിന് തന്നെ അവമാനമാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ പ്രതിരൂപമാണ് അദ്ദേഹം. ഇപ്പം അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിനെതിരായിട്ടോ ഒരു പ്രത്യേക പാർട്ടിക്കെതിരായിട്ടോ ഒരു പ്രത്യേക വ്യക്തിക്കെതിരായിട്ടോ ഒക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം ഈ അംബാനി അദാനി കാര്യത്തിൽ ഞാനിപ്പോൾ ഓർക്കുന്നൊരു കാര്യം, കഴിഞ്ഞ ഇപ്പോൾ കാലാവധി തീരുന്ന ലോക്സഭയിൽ നിന്ന് കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ പുറത്താക്കിയ അവമാനകരമായ പ്രസംഗം എന്ന് പറഞ്ഞതിൽ അദാനിയെയും മോദിയെയും സമന്വയിച്ച് പറഞ്ഞതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അദ്ദേഹം തൽക്കാലം ഒരു വർത്തമാനം ഉണ്ടാകാൻ വേണ്ടി, ഒരു ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ 10 കൊല്ലമായി അദ്ദേഹം പ്രധാനമന്ത്രി പദവിയിലിരിക്കുന്നു. ആ 10 കൊല്ലം എന്ത് ചെയ്തു? ഇവിടുത്തെ പട്ടിണി, ഇവിടുത്തെ നിരക്ഷരത, ഇവിടുത്തെ സ്ത്രീ സുരക്ഷ തുടങ്ങിയുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്തു, ഇനി എന്ത് ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് അദ്ദേഹം ഒരിക്കലും പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗത്തിൽ ഇല്ലാത്ത മുസ്ലിം പ്രീണനം ആരോപിക്കുക, പിന്നെ മുസ്ലിങ്ങളോട് വെറുപ്പുണ്ടാകുന്ന മട്ടിൽ സംസാരിക്കുക, പിന്നെ ഇപ്പോൾ പറഞ്ഞ മാതിരി ഈ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രത്യേക വിവരമുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കാൻ ഉത്തരവാദപ്പെട്ട ആദ്യത്തെ ആളാണ് പ്രധാനമന്ത്രി. അത് എങ്ങനെ ഒരു പ്രസംഗത്തിൽ പറയല്ല വേണ്ടത്, അതിന് പരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന മാതിരി ഇവിടുത്തെ സാമാന്യമായി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ മുതലാളിത്തത്തെ, കുത്തക മുതലാളിത്തെ, ഈ ചങ്ങാത്ത മുതലാളിത്തത്തെ, ഈ ക്രോണി ക്യാപിറ്റലിസത്തെ ഒക്കെ തരാതരം പോലെ പുലുകുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. അതിലിപ്പോൾ തൽക്കാലം അദ്ദേഹം ഒരു ചുവട് മാറ്റി അല്ലെങ്കിൽ ഒന്ന് താളം മാറ്റി പറഞ്ഞു എന്നല്ലാതെ ഇതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിൽ വന്നപ്പോൾ കേരള മുഖ്യമന്ത്രിയെ സൂചിപ്പിച്ചിട്ട് സ്വർണം കടത്തിയതൊക്കെ ആരാന്ന് എല്ലാവർക്കും അറിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയാണെന്ന് ആലോചിക്കണം. ഒരു സംസ്ഥാനത്ത് വന്നിട്ട് അവിടുത്തെ മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്. എതിരായിട്ട് സംസാരിച്ചൂടെ? സംസാരിക്കാം, അത് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ. അപ്പം സത്യം പറയുക എന്നൊരു സംഗതി ഉണ്ടല്ലോ, അത് വളരെ പ്രധാനമാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ വേണു, ഇപ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വാക്കാണ് സത്യാനന്തര കാലം എന്ന്, പോസ്റ്റ് ട്രൂത്ത്. അതിപ്പോൾ 2016 അത് വളരെ പോപ്പുലറായത്. 2014 ഫിലോസഫർ ജോസഫ് ഹീത്ത് ആ ഒരു പ്രയോഗം നടത്തുന്നതാണ് എൻ്റെ ഓർമ്മ. പോസ്റ്റ് ട്രൂത്ത്, സത്യാനന്തര കാലം. അപ്പോൾ ട്രംപിൻ്റെ ഇലക്ഷനിൽ അത് വളരെ വ്യാപകമായി ഉപയോഗിച്ചു. അത് പിന്നെ പഴയ ഒരു ഏർപ്പാടാണ്. അത് 21-ാം നൂറ്റാണ്ടിലാണ് ഈ പ്രയോഗം വരുന്നത്. 20-ാം നൂറ്റാണ്ടിൽ അത് കണ്ടുപിടിക്കുന്ന പ്രധാനപ്പെട്ട ആൾ, എൻ്റെ ധാരണ ശരിയാണെങ്കിൽ, ഹിറ്റ്ലറാണ്. അദ്ദേഹത്തിൻ്റെ 1925 വന്ന ആത്മകഥയിൽ തന്നെ ബിഗ് ലൈ, വലിയ അസത്യം എന്നൊരു പ്രയോഗമുണ്ട്. കാരണം അദ്ദേഹം പറയുന്നൊരു കാര്യം, വലിയ നേതാക്കന്മാർ കള്ളം പറഞ്ഞാൽ അവർ കള്ളം പറയാനുള്ള നിർലജ്ജത കാണിക്കും എന്ന് ജനങ്ങൾ വിചാരിക്കുകയില്ല, അത് സത്യമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചോളുന്നാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായി ജോസഫ് ഗീബൽസ് അതൊരു തത്വമാക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ നിരന്തരം അസത്യം ആവർത്തിച്ചാൽ അത് സത്യമായിക്കോളും. ഇപ്പോൾ ഇലക്ഷനിൽ എന്തൊക്കെയാണ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുമ്പോൾ ലവ് ജിഹാദ് എന്നുള്ള ഒരു സംഗതി അത് അസത്യമാണെന്ന് അറിയാം, അത് നിരന്തരം ആവർത്തിക്കുമ്പോൾ അത് സത്യമാണ് എന്ന് തോന്നിക്കോളും. കേരളത്തിൽ തോന്നിയില്ലെങ്കിൽ മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും തോന്നിക്കോളും എന്ന തരത്തിലാണ് ഇപ്പം നമ്മുടെ
രാഷ്ട്രീയ രംഗം എത്ര മലിനമായി എന്ന് കാണിക്കുന്നതാണെന്നൊക്കെ. ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. അംബാനി, അദാനി എന്നുള്ള കുത്തക മുതലാളിമാർ ഈ തരത്തിൽ പണം കൊടുത്താണ് പെരുമാറുന്നെങ്കിൽ അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യം നിയന്ത്രിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് പ്രധാനമന്ത്രി. അദ്ദേഹം എന്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഉദ്യോഗസ്ഥന്മാർ ഇ ഡിക്കാരെ അയക്കുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഓഫീസിലേക്ക് അയക്കുന്നില്ല എന്നൊരു ചോദ്യം ആ പ്രസ്താവനയുടെ ഉപോൽപ്പന്നമായിട്ട് വരും. ഈ രണ്ട് കൂട്ടരെയും നിയന്ത്രിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പ്രധാനമന്ത്രി അംബാനിയെയും അദാനിയെയും രാഹുൽ ഗാന്ധിയെയും ഈ തരത്തിൽ രാഷ്ട്രീയം, ജനാധിപത്യം, ധനാധിപത്യത്തിന് വിധേയമായിക്കൂടാ എന്നൊരു മൂല്യബോധം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം അതാണ് ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മയാണ് ഈ അസത്യമോ അർദ്ധസത്യമോ പറയുമ്പോൾ അദ്ദേഹം കാണിക്കുന്നത്. അത് ഇന്ത്യക്ക് മൊത്തത്തിൽ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലാണ് അദ്ദേഹം വളരെ കാലമായിട്ട് സംസാരിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ പ്രധാനമന്ത്രി അസത്യം പറയുന്നു, അല്ലെങ്കിൽ അർദ്ധസത്യം പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ഉപയോഗിക്കാൻ പാടില്ലാത്ത അതിശയോക്തി ഉപയോഗിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം കഷ്ടമാണ്. പ്രശാന്ത് പത്മനാഭൻ, പ്രധാനമന്ത്രി പറഞ്ഞ വാചകങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ അറിയുന്നതാണ്. ദ ഷഹബാസ ഷുഡ് ഡിക്ലെയർ ഡ്യൂറിംഗ് ദീസ് പോൾസ് how much have they taken from Ambani Adani, how many sacks of black money have been taken, have tempos full of notes reached to the Congress, what is the deal that has been struck? ഇത്രയും വെച്ചുകൊണ്ട് ക്ഷമ പറയുന്നത് പോലെ സുപ്രീം കോടതി ഒരു സ്വമേധയാ കേസ് എടുക്കേണ്ടതാണോ ഇത്? ഇവിടെ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടല്ലോ, ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇലക്ഷൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ മേൽനോട്ട ചുമതലയും എല്ലാം ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ മേൽനോട്ടവും നടത്തിപ്പും എല്ലാം നടത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ലോകത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിലെ ആ തെരഞ്ഞെടുപ്പ് കാണാൻ 23 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെയാണ് ഇന്ത്യ വിളിച്ചിരിക്കുന്നത്. അവരുടെ മുമ്പിൽ എത്ര പരിഹാസ്യമായിട്ടുള്ള പ്രസ്താവനകളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെ കാരശ്ശേരി മാഷ് പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് ഞാൻ തുടങ്ങാം. പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത് 2016 ഇൻ്റർനാഷണൽ വേർഡ് ഓഫ് ദി ഇയർ ആണ്. അതിനകത്ത് പറയുന്നത് ഏറ്റവും കൂടുതൽ ട്രംപ് പ്രസിഡൻഷ്യൽ ഇലക്ഷന് പറഞ്ഞ നുണകളുടെ ഒരു സമാഹാരം. ഇതാണ് ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യപ്പെട്ടത്. അതിൽ പറയുന്നത് സത്യങ്ങൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ, വസ്തുതകൾ പറയുന്നതിനേക്കാൾ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അയാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ അതിനെ വളച്ചൊടിച്ച്, വസ്തുതകൾ വളച്ചൊടിച്ച് ജനങ്ങളെ അപ്പീൽ ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത്. ഇതിനു മുമ്പ് ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയും ഇതുവരെ നടത്തിയിട്ടില്ലാത്ത രീതിയിലുള്ള വർഗീയപരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയത് നമ്മളെല്ലാവരും കേട്ടു. അതിന് പുറത്ത് ഇലക്ഷൻ കമ്മീഷൻ ഒരു നോട്ടീസ് പ്രധാനമന്ത്രിയുടെ പേരിൽ അയച്ചിട്ടില്ല. ശ്രീ നരേന്ദ്രമോദിക്ക് ഒരു നോട്ടീസ് അയക്കാതെ BJPക്ക് നോട്ടീസ് അയച്ച് BJP അധ്യക്ഷനോടാണ് എക്സ്പ്ലനേഷൻ ചോദിക്കുന്നത്. ഇതിനുശേഷം മെയ് 2 ഇത് വീണ്ടും എന്നിട്ട് BJP അതിന് സമയം ചോദിച്ചു. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണോ അതിന് മറുപടി കൊടുക്കേണ്ടത്? നേരത്തെ പല ഇലക്ഷൻ കമ്മീഷണർമാർ നമുക്കുണ്ടായിട്ടുണ്ട്, ശക്തമായിട്ടുള്ള നടപടികൾ വന്നിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത്. നിങ്ങളുടെ ധനം എടുത്തിട്ട്, ആ മംഗൾസൂത്രമൊക്കെ എടുത്തിട്ട് ഇൻഫിൽട്രേറ്റേഴ്സിന്, അർബൻ നക്സൽസിന് കൊടുക്കും എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ്. ഇതാണോ സബ്കാ സാത്ത്, സബ്കാ വിശ്വാസ്, സബ്കാ വികാസ് എന്ന് അദ്ദേഹം പറയുന്നത്? ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇതിൽ അർത്ഥത്തിലാണ് നമ്മുടെ കൂടെ ഗവൺമെൻറ്റാണ്, നമ്മുടെ കൂടെ പ്രധാനമന്ത്രിയാണ് എന്നൊരു വിശ്വാസം വരുന്നത്? റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ, ജനപ്രാതിനിധ്യ നിയമത്തിലും ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഇത് സുപ്രീം കോടതിയുടെ ഹെയ്റ്റ് സ്പീച്ച് പുറത്തുള്ള ജഡ്ജ്മെൻറ്റ്, മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് എല്ലാം വയലേറ്റ് ചെയ്യപ്പെട്ടു. എന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും നടപടി ഇതുവരെ എടുത്തതായിട്ട് കണ്ടോ? അതിനുശേഷം വീണ്ടും ഈ പ്രസ്താവന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വയറൊരു ആർട്ടിക്കിൾ വന്നിരുന്നു. മെയ് 2 പ്രധാനമന്ത്രി പറഞ്ഞത്, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സിദ്ധാർത്ഥ വരദരാജനാണ് എഴുതിയത്. മോദി പ്രസംഗിച്ചതാണ്. They have put it in writing. My journalist friends will also be shocked to hear this. They have said it in writing now that for government tenders there will be a quota fixed for minorities, for Muslims. So from now on will government contracts be awarded on the basis of religion and reservation introduced for that. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് 2 പ്രസ്താവിച്ചതാണ്. ഇതിനെപ്പറ്റി കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ പേജ് 6 പാര 8 പറയുന്നത്, scope of public procurement policy will be expanded to award more public works contract to contractors belonging to scheduled caste and scheduled tribe communities
എന്നാണ് പറയുന്നത്. മൈനോറിറ്റിയുടെ കാര്യം പറയുന്നില്ല. വീണ്ടും പേജ് 8 പാര 6 പറയുന്നത് we will ensure that the minorities receive their fair share of opportunities in education, healthcare, public employment, public works contract, skill development, sports and cultural activities without discrimination. ഒരു വിവേചനമില്ലാതെ എല്ലാവർക്കും ഇവിടെ തുല്യ അവകാശം ഉണ്ടായിരിക്കും. പബ്ലിക് വെൽത്ത് എല്ലാവർക്കും തുല്യമായിട്ട് അവകാശം ഉണ്ടെന്ന് കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് എങ്ങനെയാണ് മജോറിറ്റിയുടെ കയ്യിൽ നിന്ന് സ്വത്തെടുത്ത് മൈനോറിറ്റിക്ക് അവാർഡ് ചെയ്യുന്നതാകുന്നത്? അംബാനിയും അദാനിയും കോൺട്രാക്റ്റ്, ഗവൺമെൻറ്റിൻ്റെ ഒരു കോൺട്രാക്റ്റ് ജയിച്ച് ഒരു കാര്യം ഒരു സ്റ്റേറ്റിൽ നടപ്പാക്കാൻ വരുന്നതിനെ പറ്റിയാണോ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്? അത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് അത് ഏതെങ്കിലും ഒരു ലീഗൽ പ്രൊഹിബിഷൻ ഉണ്ടോ? അതിനെപ്പറ്റിയാണോ അദ്ദേഹം പ്രസംഗിച്ചത്? ഇവിടെ ക്രോണിക് ക്യാപിറ്റലിസം നടക്കുന്നുണ്ട്. ചില ബിസിനസ് ഗ്രൂപ്പുകളെ മാത്രമായിട്ട് ഫേവറിറ്റിസം കാണിച്ച് ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ ഒരു ആരോപണം. ആ ആരോപണത്തിന് പ്രധാനമന്ത്രി പറയുന്നത് ഇപ്പോൾ ഷെഹസാദ എന്നുള്ള വാക്ക് തന്നെ ഒരു അൺപാർലമെൻ്ററി ആയിട്ടുള്ള വാക്കാണ്. അത് പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ നേരത്തെ അദ്ദേഹം പറയുമായിരുന്നു. 2014 ഇലക്ഷനും 19 ഇലക്ഷനും ഒക്കെ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാക്ക് ഉപയോഗിച്ചിട്ട് പറയുന്നത് രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞത് കേട്ടോ? രാഹുൽ ഗാന്ധി വീണ്ടും ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഞാൻ പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്, CBIയെയും EDയെ ഉപയോഗിച്ച് കണ്ടെത്താൻ പറഞ്ഞു. ഈ പറയുന്ന കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കാമല്ലോ. ഒറ്റ സെക്കൻഡ് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഒരു സെക്കൻഡ് അങ്ങ് തുടർന്നോളൂ. അതിനുമുമ്പ് ഈ മോദി ഉപയോഗിക്കുന്ന ഒരു വാക്കും യാദൃച്ഛികമല്ല. ഇപ്പോ അങ്ങ് വയറ് കോട്ട് ചെയ്യുകയുണ്ടായി. ദ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ശക്തമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന മറ്റൊരു പോർട്ടൽ, അതിലെ കരുണ ജോഷി ഇവിടെ ലേഖനത്തിൽ ഈ വാചകം പറയുന്നുണ്ട്. എന്തുകൊണ്ട് മോദി ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നു രാഹുലിനെ വിശേഷിപ്പിക്കാൻ? ഷെഹസാദ ഈസ് ഹൗ ഹി ലൈക്സ് ടു മുസ്ലിമൈസ് ഹിസ് റെഫറൻസ് ടു രാഹുൽ ഗാന്ധി വിതൗട്ട് നെയിമിങ് ഹിം. ചെറിയ കാര്യമല്ല അത്. ഹി ലൈക്സ് ടു മുസ്ലിമൈസ് ഹിസ് റെഫറൻസ് ടു രാഹുൽ ഗാന്ധി. അതാണ് അതിൻ്റെ പിന്നിലെ താല്പര്യം. അഡ്വക്കേറ്റ് പത്മനാഭനെ തുടരാം. അതെ, നേരത്തെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അയോധ്യയിലെ രാം മന്ദിറിൻ്റെ താക്കോല് ബാബ്രി പൂട്ടുമെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? സുപ്രീം കോടതിയുടെ വിധി വന്ന് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് അവിടെ ആളുകൾ പോയി തുടങ്ങി. ഇനി എങ്ങനെയാണ് കോൺഗ്രസ് അവിടെ അത് ബാബ്രി മസ്ജിദ് ആക്കുന്നത്? ഇങ്ങനെയുള്ള വളരെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ പറയാത്ത കാര്യം, കോൺഗ്രസിൻ്റെ ഒരു നേതാവും പറയാത്ത കാര്യം ഈ ഇൻസിനുവേഷൻ എന്ന് പറയാം. അതായത് ഒരു കേൾക്കുന്ന ആളുകൾക്ക് ഒരു തോന്നലുണ്ടാകണം ഈ പാർട്ടി, അതായത് അദ്ദേഹത്തിന് ഒരു പ്രതിപക്ഷത്ത് നിർത്താനായിട്ട് ഹിന്ദു വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം പ്രീണനം നടത്തുന്ന എന്ന് കാണിക്കുന്ന ഒരു പാർട്ടിയെ കാണിക്കാൻ വേണ്ടി ഓപ്പണായിട്ട് വർഗീയത പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇടപെടാത്തത്? ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷനെ ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. അതിന് എന്ത് വിധി വരുമെന്ന് അറിയത്തില്ല. മിക്കവാറും ഇലക്ഷൻ കമ്മീഷൻ തീരുമാനം എടുക്കാൻ പറയാനാണ് സാധ്യത. കാരണം ഇതുവരെയുള്ള കോടതി വിധികളെല്ലാം ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണ്ണ ചുമതല നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാം ഇലക്ഷൻ കമ്മീഷനാണെന്നാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനകരമായിട്ട് ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് അഭിമാനിച്ചിരുന്ന ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ നാണം കെടുത്തുന്ന ചില കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ വരികയും പോവുകയും ചെയ്യും. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ ആത്മാവ്, ഇതിൻ്റെ മതേതരത്വം, ഈ ഭരണഘടനയുടെ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ മൂല്യങ്ങൾ അത് കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യം ഭരിക്കുന്നവർ തന്നെ ഇങ്ങനെ ഇടപെടുമ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുകുത്തുകളായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതിനെ പ്രതികരിക്കാൻ കഴിയാതിരിക്കുന്നതൊക്കെ വളരെ അപകടമാണ്. ഇതിന് ഒരു ശക്തമായ തിരിച്ചടി ഉണ്ടാകും. കാരണം ഈ മഹാരാജ്യത്ത് ഇതുവരെ ഒരു ജനാധിപത്യം നിലനിന്നിരുന്നത് ഇവിടുത്തെ ആളുകൾ ചിന്തിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളുണ്ട്. ഒരിക്കലും അവരെ കുറച്ച് കാണരുതെന്നാണ് എൻ്റെ തോന്നൽ. കാരണം ഒരുപക്ഷെ ഭരിക്കുന്നവർക്ക് ഒരു തോന്നലുണ്ടായി കാണും തിരിച്ചടികൾ വരാൻ പോവുകയാണ്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഓപ്പണായിട്ട് ഒരു വർഗീയതയിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് വേണം കരുതാൻ. എന്താണേലും ഈ ലോകത്തിന് മുമ്പിൽ ആ ഇല്ലിബറൽ ഡെമോക്രസി എന്നൊരു ലേബൽ വന്നു കഴിഞ്ഞു ഇന്ത്യക്ക്. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വളരെ താഴോട്ട് പോയി ഗ്രാഫ്. ശരി, ശ്രീ പണിക്കർ, ഇവിടെ പല വിമർശനങ്ങളാണ് ഉയർന്നത്. അങ്ങേക്ക് മറുപടി പറയാം. അല്ല, ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ബാബറി പൂട്ട് എന്ന് പറയുന്ന കാര്യത്തിനെ പറ്റി പറഞ്ഞു. നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എന്തൊക്കെയാണ് എന്ന് ശ്രീ പ്രശാന്ത് പത്മനാഭനും ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ചോദിച്ചത് ഏതെങ്കിലും നേതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് പറഞ്ഞത്. ഈ വിധി തിരുത്തും എന്ന രീതിയിലത്തേക്ക് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ആചാര്യ പ്രമോദ് കൃഷ്ണം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹം പാർട്ടി വിട്ടതിന് ശേഷം പറഞ്ഞത് 2019 പാർട്ടിയുടെ കുറെ സീനിയർ നേതാക്കന്മാരെ രാഹുൽ ഗാന്ധി വിളിച്ച്
നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് വിധി തിരിച്ചു മാറ്റാനായിട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യും. അതൊരു പക്ഷേ നിയമനിർമ്മാണമോ മറ്റെന്തെങ്കിലും ആയിരിക്കാം. ആ രീതിയിലത്തേക്ക് ചെയ്യും എന്ന രീതിയിലത്തേക്ക് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിനെ ഞാൻ എൻഡോഴ്സ് ചെയ്യുന്നില്ല, ആരെങ്കിലും എൻഡോഴ്സ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രസ്താവന ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിന്റെ AICCയുടെ ദേശീയ വക്താവ്, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മീഡിയ ഇൻചാർജുമായിരുന്ന രാധിക ഖേര പാർട്ടിയിൽ നിന്ന് പുറത്തു പോകും. ഇല്ല, ദേശീയ വക്താവും അല്ല, മീഡിയ ഇൻചാർജും അല്ല. വെറുതെ വന്ന് പറയണ്ട, ജസ്റ്റ് മീഡിയ കോർഡിനേറ്റർ ആണ് അവര്. നിങ്ങൾക്ക് വെറുതെ വന്ന് പറയാം. ഞാൻ വാർത്തയാ പറയുന്നത്. അത് തെറ്റ് വാർത്തയാ. ക്ഷമ വാർത്തയിലുള്ളതാണ് പറയുന്നത്. അവര് മീഡിയ നിങ്ങൾ ഇന്ന് തിരുത്തുന്നു. ഞാൻ നിങ്ങളെ എന്റെ പാർട്ടിയിൽ ഉണ്ടായ ഒരു വ്യക്തി, എനിക്കറിയാം അവരുടെ പൊസിഷൻ എന്താണ്. BJP ഒരു സെക്കൻഡ് ഒന്ന് നിൽക്കൂ. നീ BJP വാർത്തയെന്നായിരിക്കും OPND എന്നായിരിക്കും എടുത്തിട്ടുണ്ടാണ്. BJP ഒരു സെക്കൻഡ് ഒന്ന് നിൽക്കൂ. കാണൂ, RSS പറയുന്ന കാര്യമില്ല നീ പറയുന്ന എപ്പോഴും. നീ RSSന്റെ പേഴ്സൺ അല്ലേ? പേര് വിളിക്കൂ. അല്ലല്ല, ബഹുമാനത്തോടെ സംസാരിക്കുക എന്നുള്ളതാണ്. പണിക്കരെ തുടർന്നോളൂ. ക്ഷമ, നിങ്ങൾക്ക് മറ്റുള്ളവരോട് പ്രതിപക്ഷ ബഹുമാനം ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അല്ല, ക്ഷമ അത്തരം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക ദേവീത്. നിനക്കെന്നൊക്കെയാണോ നിങ്ങൾ ഒരു ചർച്ചയിൽ വന്നിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നത്? നിനക്കതാ പറ്റുള്ളൂ പണിക്കർ. യു ആർ ഓൺലി ഫോർ ദാറ്റ്. സത്യം വന്ന് പറയണം. ശ്രീ വേണു, താങ്കളുടെ അതിഥിയാണ് ഞാൻ. നിശ്ചയമായും ക്ഷമ ഒന്ന് സഹകരിക്കുക, അത്തരം വാക്കുകൾ ഒഴിവാക്കുക. ശക്തമായ മറുപടികൾ ഉണ്ടെങ്കിൽ അത് തന്നെയാണല്ലോ അത് ആ കാര്യത്തിനകത്തുള്ള നിലപാടിന്റെ ദാർഢ്യം വ്യക്തമാകേണ്ടത്. അല്ലല്ല, നിലപാടുകളിലൂടെ നിങ്ങളുടെ ദാർഢ്യം പ്രകടമാകട്ടെ, മോശം വാക്കുകളിലൂടെ അല്ല. പണിക്കർ തുടർന്നോളൂ. ശ്രീമതി ക്ഷമ, നിങ്ങൾ കോൺഗ്രസിന്റെ വക്താവ് എന്ന രീതിയിൽ നിങ്ങൾ കോൺഗ്രസിന്റെ മൂല്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കാനായിട്ട് നിങ്ങൾ ആദ്യം മുതൽ ക്ലാസ്സിന് പോകണം. എങ്ങനെയാണ് നിങ്ങൾ ആൾക്കാരെ അഭിസംബോധന ചെയ്യേണ്ടത്, സംസാരിക്കേണ്ടത് എന്ന് പഠിക്കണം. നിങ്ങൾ ആദ്യം വന്നിട്ട് പറഞ്ഞ ഞാൻ BJPയുടെ ഒരു വക്താവാണ്, നിരീക്ഷക്കാരൻ എന്തിനാ പറയുന്നത്? ഞാൻ ശ്രീ വേണു പറയട്ടെ, ഞാൻ BJP-കാരനായിട്ടാണോ അദ്ദേഹം എന്നെ വിളിച്ചതെന്ന് ശ്രീ അല്ല ക്ഷമ, നമുക്ക് ഒന്നാമത് പണിക്കരെ വ്യക്തിപരമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. ദേവീത് ക്ഷമ സഹകരിക്കുക, ആ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താതിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പണിക്കർ തുടരൂ. ഇവിടെ ഉയർന്ന വാദങ്ങൾക്കുള്ള മറുപടി പണിക്കർ. തീർച്ചയായിട്ടും അവർ പറഞ്ഞതിന് മറുപടി പറയേണ്ടതാണ്. അപ്പോൾ ക്ഷമ, ഞാൻ പറയുന്നത് രാധിക ഖേര പാർട്ടിയുടെ മറ്റാരോ ആണ് എന്ന് താങ്കൾ പറയുന്നു. പക്ഷേ ഞാൻ ഇവിടെ വായിച്ചത് ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അല്പം മുമ്പ് ശ്രീ വേണു തന്നെ എന്നോട് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗത്തിന്റെ റെഫറൻസ് ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ചിട്ടുണ്ടാകുമല്ലോ എന്നാണ് ചോദിക്കുന്നത്. അതേപോലെ നമ്മുടെ നാട്ടിലുള്ള കൊള്ളാവുന്ന മാധ്യമങ്ങൾ മുഴുവനും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അവര് കോൺഗ്രസിന്റെ മീഡിയ ഇൻചാർജാണ് എന്നും അവർ കോൺഗ്രസിന്റെ AICC വക്താവാണ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് പറയുന്നതിൽ ക്ഷമയുടെ തിരുത്തലാണോ ഞാൻ കേൾക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്കറിയില്ല. കാരണം നിങ്ങൾ ആരാണെന്ന് അറിയത്തില്ല എന്നും നിങ്ങൾ പാർട്ടിയുടെ ആരുമല്ല എന്ന് കേരളത്തിലെ KPCCയുടെ അധ്യക്ഷനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ സുധാകരേട്ടൻ പറയുന്നത് കേൾക്കാം. സുധാകരേട്ടൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരുമല്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് കോൺഗ്രസിന്റെ അഭിപ്രായം കേൾക്കണ്ട. ഞാൻ സുധാകരേട്ടനെ വേണേ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ അഭിപ്രായം എടുത്തോളാം. അപ്പൊ തൽക്കാലം ഒന്ന് അടങ്ങ്. ഞാൻ പോലും സുധാകരേട്ടനെ വിളിക്കുന്നതിന് വലിയ ആളൊന്നും ആവേണ്ട കാര്യമില്ല. ശരി, നമുക്ക് കാര്യത്തിലേക്ക് വരാം. പണിക്കർ അല്ലല്ല, ക്ഷമ സഹകരിക്കുക. മറ്റു തർക്കങ്ങൾ ഇവിടെ വേണ്ട. ക്ഷമ മനസ്സിലാക്കൂ. മോദിയാണ് അങ്ങയുടെ പ്രതിയോഗി, പണിക്കരല്ല. പണിക്കർ പറയൂ. ഞാനൊരു ലയറാണ്, ഞാനൊരു കൊള്ളരുതാത്തവനാണെന്നൊക്കെയാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് അൺപാർലമെന്ററി ആയിട്ടുള്ള പദങ്ങളാണ് ഒരു ചർച്ചയിൽ പറയുന്നത്. കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്യണം. ചുമ്മാതല്ല, നിങ്ങളുടെ മൂത്ത കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇന്ത്യക്കാരെ, ഇവിടെ ഉള്ളവൻ ആഫ്രിക്കക്കാരനാണ്, മറ്റവൻ വെള്ളക്കാരനാണ്, ഇവൻ അറബിയാണ്, മറ്റവൻ വേറെയാണ്. എന്നിട്ട് അധീർ രഞ്ജൻ ചൗധരി എന്ന് പറയുന്നതാ പിന്നെ അവിടെ പ്രോട്ടോ ഓസ്ട്രേലിയൻസ് ഉണ്ട്, നെഗ്രിറ്റോസ് ഉണ്ട്, മംഗോളിയൻസ് ഉണ്ട്. ഇത് നിങ്ങളുടെ രീതിയിലുള്ളതാണ്. ഇങ്ങനെ മറ്റുള്ള ആൾക്കാരെ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത് എനിക്കറിയാം. പക്ഷേ ദേവി ഇത് ക്ഷമ പണിക്കര് മറുപടി പറയട്ടെ, അല്ലെങ്കിൽ ക്ഷമയ്ക്ക് പിന്നീട് സമയം കിട്ടാതെ വരും, പിന്നെ അതിൽ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പണിക്കര് മറുപടി പറയട്ടെ. താങ്കളുടെ നേതാക്കളെ ബഹുമാനിക്കുന്ന രീതിയിൽ, താങ്കളുടെ നേതാക്കളെ സംബോധന ചെയ്യുന്ന രീതിയിൽ ചർച്ചയിൽ വരുന്ന മറ്റുള്ള ആൾക്കാരെ സംബോധന ചെയ്യാതിരിക്കും ദേവി ഇത്. അപ്പൊ ഞാൻ പറയുന്നത് രാധിക ഖേര, അതായത് മാധ്യമങ്ങൾ പറയുന്ന കോൺഗ്രസിന്റെ മീഡിയ ഇൻചാർജ് ആയിട്ടുള്ള AICC വക്താവായിട്ടുള്ള രാധിക ഖേര എന്ന് പറയുന്ന വ്യക്തി, മാധ്യമങ്ങൾ തിരുത്തട്ടെ, ഞാനും തിരുത്താം. രാധിക ഖേര പറയുന്നത് താൻ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പോകുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഛത്തീസ്ഗഡിൽ പൂട്ടിയിട്ടുവെന്നാണ്.
താൻ അങ്ങനെ പോയതിന്റെ പേരിൽ പൂട്ടിയിട്ടു എന്നാണ്. അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രസ്താവന ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പ്രധാനമന്ത്രിക്ക് പറയാം. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണത് പറയുന്നത്? ഈ സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോകുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടല്ല, പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്റ്റാർ ക്യാമ്പയിനർ എന്ന നിലയ്ക്കാണ്. അപ്പൊ ആ രീതിയിൽ പോകുന്ന സമയത്ത് അദ്ദേഹം അല്ല, ഇങ്ങനെ പല ആളുകൾക്ക് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പണിക്കരെ ഞാൻ അങ്ങനെ തടസ്സപ്പെടുത്തുകയല്ല. ഇപ്പോ ഈ നമ്മളെ സംബന്ധിച്ച് വീരശൂര പരാക്രമിയായി നാം എല്ലാവരും കരുതിയിരുന്ന ഒരാളാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഘപരിവാർ നേതാവ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? എന്നെ മോദി കൊന്നുകളയുമെന്ന് എനിക്ക് പേടിയുണ്ട് എന്നാണ്. തൃശ്ശൂല വിതരണത്തിന് വരെ ഇറങ്ങി നടന്നൊരു വ്യക്തിയാണ് അദ്ദേഹം, അല്ലേ? അദ്ദേഹം ഭയത്തോടുകൂടി കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് മോദി എന്നെ ഇല്ലാതാക്കി കളയുമെന്ന്, അല്ലേ? ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയുന്നില്ല, പണിക്കര് തുടർന്നോളൂ. അപ്പോൾ പലർക്കും പല ദുരനുഭവം ഉണ്ടാകും. അത് തന്നെയാണ് ആചാര്യ പ്രമോദ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന കാര്യം പറയുന്ന സമയത്ത് ഞാൻ എന്താണ് ശ്രീ വേണു പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറഞ്ഞത് പ്രവീൺ തൊഗാഡിയുടെ നിലവിളിയുടെ കാര്യം. അങ്ങ് പറഞ്ഞു മറ്റൊരു സംസ്ഥാനത്ത് ഇവരുടെ ഒരു വക്താവിനെ പൂട്ടിയിട്ടു എന്ന്. പലതരം വിലാപങ്ങൾ. അങ്ങ് കാര്യത്തിലേക്ക് വരും. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ആചാര്യ പ്രമോദ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടേതായിട്ടുള്ള ഈ ബാബറി വെർഡിക്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും ഞാനത് എൻഡോഴ്സ് ചെയ്യുന്നില്ല എന്ന് വ്യക്തമായി പറഞ്ഞു. താങ്കൾ കേട്ടതല്ലേ? അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകും. അങ്ങനെ പറഞ്ഞു തന്നെയാണ് ഞാൻ തുടങ്ങിയത്. ഇത് ഒരു ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം, ഈ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളാണെങ്കിലും ഈ സാം പിട്രോഡയുടെ തന്നെ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. അത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും, ചർച്ചാ വിഷയമാകും. പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ പേരിൽ കേസ് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ തെലങ്കാനയിലും ഇതേപോലെയുള്ള പ്രസംഗം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ വേർവിലാണോ? ഇപ്പൊ ഉദാഹരണത്തിന് ഒഡീഷയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം അദാനിയെ എങ്ങനെയാണ് കുറ്റപ്പെടുത്തുന്നത്? ഒഡീഷയിലുള്ള ആൾക്കാരുടെ മേലും ഒഡീഷയുടെ സ്വത്തിന്റെ മേലിലും പണത്തിന്റെ മേലിലുമുള്ള നിയന്ത്രണം നരേന്ദ്രമോദി എടുത്ത് അദാനിക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്തിന്റെ പേരിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്? ഈ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം തെലങ്കാനയിൽ പറയുന്നുണ്ടോ? ഇല്ല. ദാമൻ ദ്വീപിൽ അദ്ദേഹം പോയി പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ദാമൻ ദ്വീപിൽ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞെന്താണ്? ദാമൻ ദ്വീപിലുള്ള മനോഹരമായ ബീച്ചുകൾ, മനോഹരമായുള്ള സ്ഥലങ്ങൾ, ഇവിടെ എല്ലാം തന്നെ ഇനി അദാനിയുടെ പേര് വെക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ പണിക്കർ അതിലൊരു പ്രശ്നം അല്ല, പണിക്കരി പറഞ്ഞത് ശരിയാണ്. ദാമൻ ദ്വീപിൽ പോയി രാഹുൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ ഒഡീഷയിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. തെലങ്കാനയിൽ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നില്ല എന്നല്ലേ? തെലങ്കാനയിൽ ഈ പറയുന്ന ഇടക്കാല ബജറ്റ് എന്ന് മാത്രമല്ല, അവർ അധികാരത്തിലെത്തിയതിനു ശേഷം അവരെന്തൊക്കെയാണോ ന്യായ് വാഗ്ദാനങ്ങൾ അതെല്ലാം നടപ്പാക്കിയോ ഇല്ലയോ? കർണാടകത്തിൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗം മുതൽ അവരതെല്ലാം ഊർജിതമായി നടപ്പാക്കിയോ ഇല്ലയോ? അത് ചൂണ്ടിക്കാട്ടിയിട്ടാണ് രാജ്യത്തോട് രാഹുൽ പറയുന്നത്, ദാ രണ്ടിടത്ത് ഞങ്ങൾ നടപ്പാക്കി, നിങ്ങൾ ദേശീയ അധികാരത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നാൽ നിങ്ങളെ എല്ലാവരെയും ലക്ഷാധിപതികളാക്കും. അതെവിടെയാണോ തെളിയിക്കപ്പെട്ടത് അത് ഉദാഹരിച്ചുകൊണ്ടാണ് പറയുന്നത്. ദാമൻ ദ്വീപിൽ അങ്ങനെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടാൻ കഴിയില്ല, ഒഡീഷയിലും പറ്റില്ല. അപ്പൊ താങ്കൾ പറയുന്നത് അദാനിയെ അദ്ദേഹത്തിന് ഇതേ ലാംഗ്വേജിൽ വിമർശിക്കാൻ തെലങ്കാനയിൽ വേണ്ട, കർണാടകത്തിൽ വേണ്ട, തെലങ്കാനയിൽ എങ്ങനെയാണ് സമത്വപൂർണമായ വിഭവ വിതരണം എന്നത് ആ സർക്കാർ കാട്ടുന്നു, കർണാടകത്തിൽ കാട്ടുന്നു. അല്ല, അങ്ങനെയല്ല. കർണാടകയിൽ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പ്രസംഗിച്ചില്ലേ? കർണാടകയിൽ പോയപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചത് എന്താണ്? ഗവൺമെന്റ് ആൾക്കാരുടെ പോക്കറ്റിലുള്ള പണം എടുത്തതിന് ശേഷം അംബാനിയുടെയും അദാനിയുടെയും പോക്കറ്റ് വീർപ്പിക്കാനായിട്ട് ഉപയോഗിച്ചു. കർണാടകയിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ശ്രീ വേണു നിഷേധിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് കർണാടക സർക്കാരും തെലങ്കാന സർക്കാരും എങ്ങനെയാണ് സമത്വപൂർണമായി കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതാണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഹുൽ എന്ന് പറയാൻ കഴിയുന്നത് എന്നാണ് അഭിപ്രായം. ശ്രീ വേണു, അത് താങ്കളുടെ അഭിപ്രായം. എന്റെ അഭിപ്രായമല്ല. ന്യായ് വാഗ്ദാനങ്ങൾ രണ്ട് സർക്കാരുകൾ നടപ്പാക്കി നമ്മുടെ മുന്നിൽ ഉണ്ടത്. താങ്കൾ പറയുന്നത് ദാമൻ ദ്വീപിൽ അത് ഇല്ലാത്തത് കൊണ്ട് അവിടെ അത് പറയേണ്ടതില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് കർണാടകയിലും അവർ ഭരിക്കുന്ന സ്ഥലത്തും മറ്റുള്ളവന്റെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തിട്ട് മോദി അംബാനിയുടെയും അദാനിയുടെയും പോക്കറ്റ് നിറയ്ക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ആ സമാനമായ രീതിയിലുള്ള പ്രസ്താവനകളൊന്നും തന്നെ അവിടെ വരുന്നില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ നാട്ടിലുള്ള വിഭവങ്ങളെല്ലാം എടുത്തുകൊണ്ട് നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരെയും പണത്തിനെയും അദാനിക്ക് കൊടുക്കുന്നു എന്ന രീതിയിൽ തെലങ്കാനയിൽ രാഹുൽ ഗാന്ധിക്ക് പ്രസംഗിക്കാൻ പറ്റില്ല. കാരണം അവിടെ തെലങ്കാന സർക്കാരും അദാനിയും തമ്മിൽ കോൺട്രാക്ട് ഒപ്പിട്ടിരിക്കുകയാണ്. ഈ മനോഹരമായ ബീച്ചുകളിലെല്ലാം നിങ്ങളുടെ പേരെഴുതി വെക്കും, അദാനിയുടെ പേരെഴുതി വെക്കും എന്ന രീതിയിലേക്ക് ഇവിടെ പറയാൻ പറ്റില്ല. കാരണം എന്താ? ആ സ്ഥലത്ത് 12,400 കോടി രൂപയുടെ കരാറ് അദാനിയുമായിട്ട് പണിക്കർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെയും ഞാൻ പറയുന്നത് അവിടെ അവരുടെ സർക്കാർ സമത്വപൂർണമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് കർണാടക സർക്കാരും തെലങ്കാന സർക്കാരും ഈ ന്യായ് പദ്ധതികൾ നടപ്പാക്കിയത്. അതിന് നീക്കിവെച്ചിരിക്കുന്ന പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അത് പറയുന്ന സമയത്ത് അദാനിയും അംബാനിയും തമ്മിലുള്ള അതേ നിശിതമായ ഭാഷയിൽ വിമർശിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധ്യമാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ പ്രസംഗം 30 മിനിറ്റിൽ കുറയ്ക്കണമെന്നൊന്നും ഇല്ലല്ലോ. ശരി പണിക്കർ, ഇനി ക്ഷമ ഇതിന് മറുപടി. എന്തുകൊണ്ട് ഗെലോട്ട് സംസാരിക്കുമ്പോൾ
എന്തുകൊണ്ട് രേവന്ത് റെഡ്ഡി സംസാരിക്കുമ്പോൾ രാഹുലിനും അദാനിയോടുള്ള സമീപനം മൃദുത്വമുള്ളതാകുന്നു എന്ന് മാത്രമല്ല, രേവന്ത് റെഡ്ഡി പണിക്കർ ഓർക്കുന്നുണ്ടാകുമല്ലോ, ഈ മോദിയുമായി വേദി പങ്കിട്ടുകൊണ്ട് സംസാരിച്ചതൊക്കെ ക്ഷമയ്ക്കറിയാമല്ലോ. എൻ്റെ സഹോദരൻ എന്നൊക്കെയാണ് മോദിയെ വിശേഷിപ്പിക്കുന്നത്. എന്നിട്ട് എങ്ങനെയാണോ ഗുജറാത്ത് ഉയർത്തിക്കൊണ്ടുവന്നത് അതുപോലെ എനിക്ക് ഈ തെലങ്കാന ഉയർത്തിക്കൊണ്ടുവരണം, അതിന് എൻ്റെ സഹോദരന്റെ സഹായം വേണമെന്നൊക്കെയാണ് അങ്ങയുടെ മറുപടി. ക്ഷമ. അപ്പം 2-3 കാര്യങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി തെലങ്കാനയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട് അഡാനിന്ന്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ May 5 ചെയ്തിട്ടുണ്ട് അദ്ദേഹം. രണ്ടാമത്, ഇന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞല്ലോ മോദിക്ക് ദക്ഷിണ ഭാരതിലെ MPs ഇഷ്ടപ്പെടുന്നില്ല. 25 MPs ഉണ്ടായിരുന്നു കർണാടകയിൽ, എന്നിട്ടും ഒരു മന്ത്രി ഉണ്ടായിട്ടുള്ളൂ. എല്ലാ മറ്റേ മന്ത്രികളും ഉത്തരഭാരത. അപ്പൊ വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കുന്നുണ്ട് പ്രധാനമന്ത്രി രേവന്ത് റെഡ്ഡി. അതുപോലെ അശോക് ഗെഹ്ലോട്ടും വിമർശിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയേണ്ട കാര്യം, അദ്ദേഹം രാധിക ഖേരയുടെ പേരും ആചാര്യ പ്രമോദിന്റെ പേരും എടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് BJP ഈ പാർട്ടി വിട്ടു കഴിഞ്ഞാൽ അതേ സ്ക്രിപ്റ്റാണ് അവർ കൊടുത്തത് പ്രൊഫസർ ഗൗരവ് വല്ലഭ്, റോഹൻ ഗുപ്ത, രാധിക ഖേര. ഇത് BJP കൊടുക്കുന്ന സ്ക്രിപ്റ്റ്. നിങ്ങൾ ഇങ്ങനെ പറയണം, അവര് ആന്റി സനാതനാണ്, ആന്റി ഹിന്ദു ആണ്, അത് കൊടുക്കുന്ന സ്ക്രിപ്റ്റ്. എനിക്ക് ഇന്ന് ചോദിക്കേണ്ട ചോദ്യം ഇവിടെ ഇരിക്കുന്ന വ്യക്തിനോട്, ഞാൻ പേരും പറയില്ല, അവിടെ ആനന്ദ് കുമാർ ഹെഗ്ഡെ, ദിയ കുമാരി, ആനന്ദ് കുമാർ ഹെഗ്ഡെ എന്ന് പറയുന്ന MP, ദിയ കുമാരി എന്ന് പറയുന്നത് അവര് ഡെപ്യൂട്ടി CM രാജസ്ഥാനില്, പിന്നെ ജ്യോതി മിർദ അവിടെ കാൻഡിഡേറ്റ്, നഗോറിന്റെ കാൻഡിഡേറ്റ്. അവരെല്ലാം എന്താ പറയുന്നത്, 400 പാർ ചെയ്യേ സംവിധാൻ കോ ബദൽനെ കെ ലിയെ. ഞങ്ങൾക്ക് 400 പാർ വേണം. എന്തുകൊണ്ട് ഭരണഘടന മാറ്റണം? എന്തുകൊണ്ട് ഭരണഘടന മാറ്റണം? അവർക്ക് ഈ സംവരണം, OBC സംവരണം, SC/ST സംവരണം എല്ലാം മാറ്റാൻ. അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? 2015 മോഹൻ ഭാഗവത് എന്താ പറഞ്ഞത്? ബീഹാറിന്റെ തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ വി വിൽ റിമൂവ് റിസർവേഷൻ. അത് ആരും മറക്കരുത്. 2017 അവരെ നേതാവ് CP ഠാക്കൂർ എന്താ പറഞ്ഞ? റിസർവേഷൻ സംവരണം മാറ്റണം, OBC SC/ST. പിന്നെ 2021 ജയറാം ഠാക്കൂർ മുൻ മുഖ്യമന്ത്രി ഹിമാചൽ പ്രദേശ് പറഞ്ഞ് സംവരണം മാറ്റണം. അപ്പം ഇതിന്റെ കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം. അവരെവിടെയാ പോകുന്നത്? അപ്പം അവര് പറയാ രാധിക ഖേര, ഇവിടെ അവരെ സ്വന്തം ആൾക്കാർ ലൈവ് TVയിൽ പറയുന്നത് 400 പാർ വേണം, ഈ ഭരണഘടന മാറ്റം. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. അവർക്ക് കുറെ കാര്യങ്ങൾ ചെയ്യണം. ഈ ഭരണഘടന അവർക്ക് വേണ്ട. അംബേദ്കറിനെ ഇൻസൾട്ട് ചെയ്യാന്ന് പ്രധാനമന്ത്രി സെലക്ട് ചെയ്ത ആൾക്കാരാണെന്നത് പറയുന്നത്. എപ്പോഴും ഞങ്ങൾ കേൾക്കും. ഇന്നിപ്പം പറയാം, സ്റ്റാം പെട്രോളിനെ പറ്റി പറഞ്ഞു. ഞങ്ങൾ സ്റ്റാം പെട്രോളിന്റെ മേലെ നടപടി എടുത്തു. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ രമേശ് കിഷോറിന്റെ പോലെ എന്ത് നടപടി എടുത്തത്? അദ്ദേഹം പറഞ്ഞിട്ട് വേറൊരു MP അവിടെ രാജിവെച്ച് പോവുകയോ? എന്തിനാ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഓട്ടോ ഓസ്ട്രേലിയൻസിനെ പോലെയും നെഗ്രിറ്റകളെ പോലെയും മംഗോളിയൻസിനെയും പോലെയാണെന്ന് പറഞ്ഞ അധീർ രഞ്ജൻ ചൗധരിക്കെതിരെ എന്ത് നടപടി എടുത്തത്? രാജിവെച്ചോ? രാജിവെച്ചോ? ഷമാ മുഹമ്മദ് 2-3 ആഴ്ചക്ക് മുമ്പ് താങ്കളുടെ ഒരു പ്രസംഗത്തിന് പുറത്ത് വിദ്വേഷ പ്രസംഗത്തിന് താങ്കൾക്കെതിരെ കേസുണ്ട്. താങ്കൾക്കെതിരെ വരെ കേസുണ്ട്. എന്നിട്ടാണ് ഈ ചർച്ചയിൽ വന്നിട്ട് എന്നെ കൂടെ അധിക്ഷേപിക്കുന്നത്. അല്ലല്ല, ഇത്തരം വാക്കുകൾ ഉപയോഗിക്കരുത്. പെണ്ണുപിള്ള മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ. ഇത്തരം വാക്കുകൾ ഉപയോഗിക്കരുത്. അല്ലല്ല, ഇത് ശരിയല്ല. എൻകൗണ്ടർ അവസാന ഘട്ടത്തിലേക്ക് കാരശ്ശേരി മാഷും പ്രശാന്ത് പത്മനാഭനും ക്ഷമിക്കുക. ഇവിടെ മോശം ഒരു പ്രയോഗം ഉണ്ടായതുകൊണ്ട് ഞാൻ ശ്രീജിത്ത് പണിക്കറിലേക്ക് തന്നെ പോവുകയാണ്. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ അവസരം കൊടുക്കുക എന്നതാണ് അതിൻ്റെ ശരി. ശ്രീ പണിക്കർ, അങ്ങേക്ക് മറുപടി പറയാം, പക്ഷേ അങ്ങ് മാന്യമായി പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഞാനങ്ങനെ ഒരു ചർച്ചയിലും അങ്ങനെ മോശമായിട്ട് പെരുമാറാറില്ല. മറ്റുള്ള പാനലിസ്റ്റുകളോടാണെങ്കിലും ഇനി മൂന്നാമതൊരാളിനെ പറ്റി സംസാരിക്കുന്ന സമയത്താണെങ്കിലും മോശമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള വാക്കും ഉപയോഗിക്കാറില്ല. അതിശക്തമായിട്ട് വിമർശിക്കാറുണ്ട്, പല കാര്യങ്ങളും പറയാറുണ്ട്, ട്രോളി സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള അമാന്യമായിട്ടുള്ള ഒരു ചർച്ചയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാറില്ല. എനിക്ക് പറയാനുള്ളത് ക്ഷമയോടല്ല. ക്ഷമ ഈ ചർച്ചയുടെ ആദ്യം മുതൽ തന്നെ നീ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഒരു ചർച്ചയിൽ ഒരാൾ മറ്റൊരാളിനെ അഭിസംബോധന ചെയ്യരുതാത്ത രീതിയിൽ സംസാരിക്കുകയും അത് പിന്നീട് തുടർന്നു വന്നിട്ടാണ് തെമ്മാടി എന്നവർ പറയാനുണ്ടായ സാഹചര്യവും. എനിക്ക് ക്ഷമയോട് യാതൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് അവരെ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവാക്കി വെച്ചിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിനോടാണ്. ശ്രീ കെ സുധാകരൻ അന്ന് പറഞ്ഞതുപോലെ ഇവരൊന്നും ആരാണ് എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. ഇവർ തന്നെ പറയുന്നു അവർ വക്താവാണ് എന്ന്. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് പോലും അറിയില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെയാണോ നിങ്ങൾ പാർട്ടിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഒരു ചർച്ചയിലേക്ക് അയക്കുന്നത്?
ഈ രീതിയിലുള്ള പദപ്രയോഗം നടത്തുന്ന, എതിരായിട്ട് വരുന്ന പാനലിസ്റ്റുകളോട് അഭിപ്രായം, ആശയം പറഞ്ഞ് കൈമാറ്റം ചെയ്ത് ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ അവരെ വ്യക്തിപരമായി ഇകഴ്ത്തുന്ന, അവരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന, അവരെ തെറിപ്പദങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണോ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിനെ പ്രതിനിധാനം ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, സാം പിട്രോഡയുടെ പരാമർശത്തിനെ പറ്റിയോ അധീർ രഞ്ജൻ ചൗധരിയുടെ പരാമർശത്തിനെ പറ്റിയോ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞതൊരു ഫാക്റ്റാണ്. ഷമാ മുഹമ്മദിന് മേൽ അവരുടെ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അവർക്കെതിരെ കേസുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് അവരുമായി മൊഴിയെടുക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. കേസ് ചാർജ് ചെയ്തിരിക്കുന്നതിന്റെ FIR നമ്മളെല്ലാം കണ്ടതാണ്. അത് പറയുന്ന സമയത്ത് എന്നെ തെമ്മാടി എന്ന് വിളിക്കാൻ അവർക്ക് എന്താണ് അവകാശം? മറ്റുള്ള ആൾക്കാരും എതിർ രാഷ്ട്രീയക്കാരും പറയുന്ന കാര്യങ്ങളെപ്പറ്റി എല്ലാം പറയുകയും ചാനൽ ചർച്ചയിൽ ഒപ്പം വന്നിരിക്കുന്ന ആളിനെ തെമ്മാടി എന്ന് വിളിക്കുകയും ചെയ്തത് കോൺഗ്രസിന്റെ സംസ്കാരമാണോ? കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണോ? ഈ രീതിയിലുള്ള ഏറ്റവും മോശമായിട്ടുള്ള നാലാം കിട ഭാഷ പറയുന്ന, മറ്റുള്ള ആൾക്കാരെ യാതൊരു വിധത്തിലുള്ള ബഹുമാനവുമില്ലാതെ അമാന്യമായ പദങ്ങൾ മാത്രം നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ആളെ എന്തിന്റെ പേരിലാണ് കോൺഗ്രസിനെ പോലെയുള്ള ഒരു പ്രസ്ഥാനം ഇങ്ങനെ വക്താവായി വെച്ചിരിക്കുന്നത്? വേറെ ആളെ കിട്ടാഞ്ഞിട്ടാണോ? അതിമനോഹരമായി സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള, അബിൻ വർക്കിയെ പോലെയുള്ള എത്രയോ നേതാക്കന്മാർ നിങ്ങൾക്കുണ്ട്. അതിനിടയ്ക്കാണോ നിങ്ങൾ ഈ പറയുന്നത് പോലെ നേരെ മലയാളം പറയാൻ അറിയാത്ത, ആ പറയുന്ന മലയാളത്തിൽ മുഴുവനും ചീത്തയും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ അഭിസംബോധന ചെയ്യുന്ന ആൾക്കാരെ ഒക്കെ വിടുന്നത്? കോൺഗ്രസ് നേതൃത്വമാണ് ഇതിന് മറുപടി പറയേണ്ടത്, ഷമാ മുഹമ്മദ് അല്ല. എനിക്ക് അവർ പറയുന്നത് കേൾക്കുകയും വേണ്ട. ശരി, ക്ഷമ കട്ട് ചെയ്ത് പോയി എന്നാണ് ഞാൻ കരുതുന്നത്. കാരശ്ശേരി മാഷ, 1 മിനിറ്റാണ്, ഓരോ മിനിറ്റ് വീതം 2 പേർക്കും. ക്ഷമിക്കുക കാരശ്ശേരി മാഷ, ഈ പറയുന്ന ആരോപണം വരും ദിവസങ്ങളിൽ മോദി തുടരുമോ ഇല്ലയോ? എന്താണ് താങ്കളുടെ ഒരു കണക്കുകൂട്ടൽ? വേണു, നിർഭാഗ്യവശാൽ അദ്ദേഹം തുടരുന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ കഷ്ടമാണിത്. കാരണം ഞാൻ ആവർത്തിക്കുകയാണ്, മറ്റു പ്രചാരണങ്ങളല്ല, അത് നിർലോഭം തുടരും. ഈ അദാനി അംബാനി കാര്യം തുടരുമോ എന്നാണ്. അതും തുടരും. എന്താ കാരണം എന്ന് വിചാരിച്ചാല്, എന്തെങ്കിലും തരത്തിലുള്ള ആത്മവിമർശനമോ ആത്മപരിശോധനയോ ഉണ്ടെങ്കിൽ ആ പേര് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ ഒരു അർഹതയുള്ള ആളല്ല നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. കാരണം അദ്ദേഹത്തിന് അവരുമായിട്ട് വ്യക്തിബന്ധമുണ്ടോ എന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. BJP എന്ന പാർട്ടി കേന്ദ്രത്തിലാണെങ്കിലും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിലും ഈ അംബാനിക്കും അദാനിക്കും അതുപോലുള്ള കോർപ്പറേറ്റുകൾക്കും പലതരം സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ട് അദാനിക്ക് കൊടുക്കുന്നത് ആരാണ്? അപ്പോൾ അദാനി ഒരു വെറുക്കപ്പെട്ട അല്ലെങ്കിൽ അനപലഷണീയമായി മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കോർപ്പറേറ്റിൻ്റെ മുതലാളിയാണെങ്കിൽ, അല്ലെങ്കിൽ അദാനി അങ്ങനെയാണെങ്കിൽ അവരത് കാണിക്കുന്നില്ലല്ലോ. കാരണം രാഹുൽ ഗാന്ധിക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ബന്ധമില്ലേ? ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ടി. അപ്പോൾ BJP അകലം പാലിക്കാത്ത ഒരു പാർട്ടി, ഒരു കോർപ്പറേറ്റിനോട് കോൺഗ്രസ് അകലം പാലിക്കണം എന്ന് പറയാൻ എന്താണ് ധാർമ്മികമായ അർഹത? പിന്നെ അവർ കൈക്കൂലി കൊടുക്കുന്നതും കുറ്റകൃത്യമാണ്, കൈക്കൂലി വാങ്ങുന്നതും കുറ്റകൃത്യമാണ്. അപ്പോൾ കൊടുത്തു എന്നും വാങ്ങി എന്നും ഒരു പ്രധാനമന്ത്രി പറയുകയാണെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കേണ്ട ആളാണ് അദ്ദേഹം, അല്ലെങ്കിൽ ഈ രാജ്യത്തിന് നാണക്കേടാണ്. അപ്പം നമ്മളെപ്പറ്റി, ഇന്ത്യ എന്നുള്ള രാജ്യത്തെപ്പറ്റി 144 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ പറ്റി ഇന്ത്യക്കകത്തും പുറത്തും ഏത് തരത്തിലുള്ള ഒരു ഇമേജാണ്, ഒരു പ്രതിബിംബമാണ് ഉണ്ടാവുന്നതെന്ന് ആലോചിക്കണം. നമ്മുടെ അന്തസ്സിന്റെ, നമ്മുടെ സംസ്കാരത്തിന്റെ വിലയുടെ ഒരു കാര്യമായിട്ടാണ് നിർഭാഗ്യവശാൽ ഇത് വന്ന് ഭവിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അവസാനമായി ശ്രീ പ്രശാന്ത് പത്മനാഭൻ, അങ്ങയുടെ മറുപടി. ശ്രീ വേണു, മോദിജി എന്ത് പറയും എന്നുള്ളതിനെപ്പറ്റി നമുക്കറിയില്ല. കാരണം ട്രംപ് അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇലക്ഷൻ തോറ്റുപോയി. നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷൻ ജയിക്കുകയോ തോക്കുകയോ അതിനെ തോക്കുമെന്നുള്ള ഒരു സ്ഥിതി വരുമ്പോഴത്തേന് എന്തും പറയാമെന്നുള്ള അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ഈ കോർപ്പറേറ്റ് ഇതിനെപ്പറ്റി 2 കാര്യം. ഒന്ന്, തെലങ്കാന ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡിയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ 2 മണിക്കൂർ മുമ്പ് ഹിന്ദു ബിസിനസ് ലൈനിൽ പബ്ലിഷ് ചെയ്തു. അദ്ദേഹം പറഞ്ഞത് അദാനി അംബാനി ഞങ്ങൾ ഇവിടെ സ്റ്റേറ്റ് വിളിക്കുന്നത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഞങ്ങളുടെ വ്യത്യാസം, ഞങ്ങൾ ത്രോവേ പ്രൈസിന് പ്രോപ്പർട്ടി ഒന്നും കൊടുത്തിട്ടില്ല, ഇവിടെ പ്രോപ്പർട്ടി കൊടുത്തിട്ടില്ല, ഇവിടെ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ. രണ്ടാമത്, ഈ മാനിഫെസ്റ്റോ ഒന്ന് നോക്കണം. കോൺഗ്രസിൻ്റെയും BJPയുടെയും മാനിഫെസ്റ്റോയിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഡിഫൻസ്, ടെററിസം, എഡ്യൂക്കേഷൻ, ഫോറിൻ പോളിസി, ഹെൽത്ത് കെയർ, സോഷ്യൽ സെക്യൂരിറ്റി റിഫോംസ്, അതൊക്കെ ഏകദേശം സമാനമാണ്. വ്യത്യാസമുള്ളത് ഫെഡറലിസം. 3 സ്റ്റേറ്റുകളുടെ കാര്യം കോൺഗ്രസ് പറയുന്നുണ്ട്: ഡൽഹി, ജമ്മു ആൻഡ് കാശ്മീർ, മണിപ്പൂർ. പിന്നെ ഗവർണർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുന്നുണ്ട്. റിലീജിയസ് റൈറ്റ്സിനെ പറ്റി കോൺഗ്രസിന് വളരെ വ്യക്തമായ വ്യത്യാസങ്ങളുണ്ട് BJPയിൽ നിന്ന്. മൈനോറിറ്റി റൈറ്റ് എടുത്ത് പറയുന്നുണ്ട്. റിസർവേഷന് കോൺഗ്രസിന് വ്യക്തമായ ധാരണയുണ്ട്, പ്രൈവറ്റിൽ റിസർവേഷൻ കൊടുക്കുമെന്ന്. ഇതിൽ റിഫോംസ് എന്ന ഒരു സെക്ഷനിൽ, അതിൽ ഇൻക്ലൂഡിങ് എക്കണോമിക് റിഫോംസ്,
BJPയും കോൺഗ്രസും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ തെറ്റൊന്നും കാണാനില്ല. കോൺഗ്രസ് പറയുന്നത് ലിബറലൈസേഷൻ ആൻഡ് റിഫോംസ് കപ്പിൾഡ് വിത്ത് സോഷ്യൽ സെക്യൂരിറ്റി പോളിസീസ്, അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് പോലെയുള്ള, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പോലുള്ള സോഷ്യൽ സെക്യൂരിറ്റി വെൽഫെയർ രജിസ്ട്രേഷൻ ഉൾപ്പെടെ അത് നിലനിർത്തിക്കൊണ്ടുള്ള റിഫോംസ് വരുത്തുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതാണ് വ്യത്യാസം. ശരി, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻകൗണ്ടർ അവസാനിക്കുന്നു.